29. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇവിടെ കർത്താവ് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും പാപഭാരം ചുമന്ന് നടക്കുന്നവരെല്ലാം വിളിക്കുകയാണ്. ആശ്വാസം അവർ നൽകുമെന്ന് ഉറപ്പോടെ നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ പണ്ട് ഓപ്പണർ മീറ്റിങ്ങിലൊക്കെ പാടുമായിരുന്നല്ലോ, ദൈവത്തിൻ്റെ സന്നിധി ഇന്നും നമുക്ക് ആശ്വാസവും സന്തോഷവും പകരുന്നതാണ്. അതിലൊരു കോറസ് ഡാൻസ് പാടാം. വൃത്തവിചാരത്തിൽ വീണുലയാതെ കർത്തനാമേശുവിലാശ്രയിപ്പീ. വൃത്തവിചാരത്തിൽ വീണുലയാതെ കർത്തനാമേശുവിലാശ്രയിപ്പീ. നിത്യവീരാമയ സുഖസുഖം നിശ്ചയം നൽകുമവ. നിത്യവീരാമയ സുഖസുഖം നിശ്ചയം നൽകുമവ. കർത്തവിചാരത്തിൽ വീണുലയാതെ കർത്തനാമേശുവിലാശ്രയിപ്പീ. വൃത്തവിചാരത്തിൽ വീണുലയാതെ കർത്തനാമേശുവിലാശ്രയിപ്പീ. നിത്യവീരാമയ സുഖസുഖം നിശ്ചയം നൽകുമവ. നിത്യവീരാമയ സുഖസുഖം നിശ്ചയം നൽകുമവ. അധ്വാനിക്കേ സ്നേഹിതരേ, ഭാരം ചുമപ്പവരേ. അധ്വാനിക്കേ സ്നേഹിതരേ, ഭാരം ചുമ. ആ വാക്യം ഒന്ന് തമിഴിൽ വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ വരുത്തപ്പെട്ട ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും പഠിക്കുക. നിങ്ങൾ എല്ലാവരും എന്നിടത്തിൽ വാരുങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഇളപ്പാറുതൽ തരുകയും. ഞാൻ മദ്രാസിലെ ആദ്യകാലങ്ങളിലൊക്കെ ഇരിക്കുന്ന കാലത്തിൽ എല്ലാ വ്യാഴാഴ്ചയും അവിടെ പരസ്യയോഗത്തിന് ഞങ്ങൾ പോകും. കുറേ സഹോദരന്മാർ, ചെറുപ്പക്കാരായ സഹോദരന്മാരുണ്ടായിരുന്നു കെല്ലീസിൽ വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ട്രീറ്റിലും പോയി ഈ പാട്ടൊക്കെ പാടും. പാടിക്കഴിയുമ്പോൾ ഒരുപാട് ചേരിയെന്നൊക്കെ ആൾക്കാർ വന്നു വീഴും. കുറേ പേരിങ്ങനെ ആത്മാവ് ഞങ്ങൾ നിറയുമ്പോൾ പിശാച് പിടിച്ച് വീഴും. ഓപ്പണർ തീരുന്നത് വരെ അവരങ്ങനെ കിടക്കും. ഓപ്പണർ കഴിയുമ്പോൾ ഞങ്ങൾ അവർ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അവർക്ക് സൗഖ്യം കിട്ടും. അഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവർ നേരെ അടുത്ത ആഴ്ച സഭയിൽ വരും. ഒരുപാട് മനുഷ്യർ ആ രോഗസൗഖ്യവും പാപശാന്തിയും ഈ ഭൂതശാന്തിയൊക്കെ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും. അത് കേരളത്തിൽ അത്ര അനുഭവങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ഓരോ സ്ട്രീറ്റിലും ഞങ്ങൾ ആ ഏരിയയിലൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ സമയത്തിങ്ങനെ പാട്ടുപാടി ആത്മാവ് നിറയുമ്പോൾ മനുഷ്യരിങ്ങനെ ഓടിക്കൂടുമായിരുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഈ ഇളപ്പാർന്നില്ല ദൈവത്തിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു കാത്തിരിക്കുകയാണ്. ഒരിക്കൽ തൊടുപുഴ മുട്ടത്ത് ഞങ്ങളിങ്ങനെ ഒരു കൺവെൻഷന് വേണ്ടി അനൗൺസ്മെന്റ് നടത്തുകയാണ്. ഒരു ജീപ്പിലെ ട്രാക്ടർ കൊടുത്ത് സുവിശേഷം പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ജോയ് സാറുണ്ട്, ഇവിടെ ചേലച്ചോട് ഹെഡ് മാസ്റ്ററായിട്ടിരുന്ന ജോയ് സാർ നല്ല സുവിശേഷാത്മാവുള്ള മനുഷ്യരാണ്. ഞങ്ങളെല്ലാം കൂടെ ഫ്രണ്ടിലിരുന്നു കൊണ്ടിങ്ങനെ സുവിശേഷം പറയും, പാട്ട് പാടും. അങ്ങനെ ഞങ്ങൾ ആ മൂലമറ്റത്തേക്കുള്ള റോഡിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഞങ്ങളിങ്ങനെ നല്ല സുവിശേഷത്തിൻ്റെ ആത്മാവിൽ ഇങ്ങനെ. അപ്പോൾ ജോയ് സാറ് അധ്വാനിക്കും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്നിടത്തിൽ വരുന്നുള്ള വാക്യം പറയാൻ തുടങ്ങുക. അപ്പോൾ അധ്വാനിക്കും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരേ എന്ന് പറഞ്ഞു തീരുമ്പോൾ ഒരു 10-12 പേര് ഞങ്ങൾ അപ്പോഴത്തേക്ക് ആ മെയിൻ റോഡിലേക്ക് ജീപ്പ് തിരിഞ്ഞു. എന്തോ ഒരു വിളി ഇങ്ങനെ. അതാണ്
10-12 പേര്. ഞങ്ങൾ ആശ്ചര്യപ്പെട്ട് വണ്ടിയെല്ലാം നിർത്തി നോക്കിയപ്പോഴേ അവിടെ ഈ ലോറിയിൽ തടി കയറ്റുന്നവരാ, ഈ ലോഡിംഗുകാരാ. തടി കയറ്റുന്ന ഒരു 10-12 പേര്, 2 ലോറികൾ തടി കയറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാ. അതാ ഒരേ സ്വരത്തിൽ എന്തോന്നിങ്ങനെ വിളി കേട്ടു. ഞങ്ങളത് വളരെ സ്പർശിച്ചു. പക്ഷെ അന്നത്തെ കൺവെൻഷന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്ന് പലരും രക്ഷിക്കപ്പെടാനും, നമ്മുടെ ഇവിടെ ഒരു സുവിശേഷ വേല ചെയ്യുന്ന കാഞ്ചിയാറിലെ സഹോദരിയുടെ മേഴ്സിയുടെ കുടുംബമൊക്കെ ആംഗ്ല ക്യാൻസർ രോഗിയായിട്ട് ആ കൺവെൻഷൻ വന്ന് പ്രാർത്ഥനയിൽ സൗഖ്യമായി. അന്ന് ഫ്രാൻസിൽ നിന്ന് പാസ്റ്റർ KG ജോർജ് നമ്മുടെ ഫെയ്ത്തോൽ വന്ന് അന്ന് പ്രസംഗിക്കാൻ തൊടുപുഴ ടൗൺ ഹാളിൽ പ്രസംഗിക്കുന്ന സമയമാണ്. അന്ന് സുവിശേഷ വിരോധികൾ കുറേ മനുഷ്യര് ചർച്ചോക്കോടുകാരുടെ സുവിശേഷ റാലി നടക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ചയിൽ അവിടെ തൊടുപുഴയിലെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇവരെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ തൊടുപുഴ ടൗൺ ഹാളിലേക്ക് കൂട്ടമായിട്ടൊരു 5-8 പേര് വന്നിങ്ങനെ അകത്തോട്ട് നോക്കും, പെട്ടെന്ന് അവർ തല വലിച്ചു കളയും. അങ്ങനെ 3-4 പ്രാവശ്യം അങ്ങനെ നോക്കുകയും തലവലിക്കുകയും ചെയ്ത് അവരെ പോവുകയും ചെയ്തു. പിൽക്കാലത്തിൽ പിന്നീട് ഒരാൾ പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് നോക്കിയപ്പോൾ എന്തോ ഭയങ്കര തേജസ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നും പറയാനത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ആ ചാക്കോച്ചനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന സമയത്താണ്. അന്ന് പ്രാർത്ഥിച്ച് പുള്ളിയുടെ ഹാർട്ടിന്റെ ഒരു വാൽവിന്റെ ഒരു ചെറിയ സുഷിരുണ്ടായിരുന്നു, അത് എക്സ്റേ ഒക്കെ എടുത്തതാണ്. പുള്ളിക്ക് അല്പം സൗഖ്യം കിട്ടി. ആ സമയത്താണ് റാണിഗിരി ആശുപത്രിയിലെ ഒരു ജോസ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, കത്തോലിക്കനാണ്. അവരവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാമിലിപ്പെട്ടൊരു പയ്യനാണ്. അവന് 17 വയസ്സുണ്ട്. അവന് ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം കൂടി വയറെല്ലാം ഈ വീർത്ത് കണ്ണാടി പോലെയായി തൊടുപുഴ റാണിഗിരി ഹോസ്പിറ്റലിൽ നിന്ന് അവനെ ഡിസ്ചാർജ് ചെയ്തു. കാരണം മരിച്ചു പോകുന്നു പറഞ്ഞവനെ വിട്ടു. അപ്പൊ അവന്റെ റിലേറ്റീവ്സ് ഒരാൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. അപ്പൊ കൺവെൻഷൻ നടക്കാൻ 3-4 ദിവസമേ ഉള്ളൂ ഈ തൊടുപുഴ. അപ്പൊ ആ കൺവെൻഷൻ നടക്കുന്നതിന് 4 ദിവസം മുമ്പാണ് ഇവര് പോയി ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് ഫെയ്ത്തോല് കൊണ്ടുവന്നു, കടത്തിക്കൊണ്ടുവന്ന് ഞാനും പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് ഞങ്ങളവിടെ ഒരു മുറി കിടത്തി. ഇവരിങ്ങനെ ഇവിടെ എല്ലാം വീർത്ത് വല്ലാത്തൊരു പരുവത്തിരിക്കുക. എന്നോട് പലരും ചോദിച്ചു, അച്ഛാ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടിട്ടാൽ? ഞാൻ എനിക്കറിയില്ല, ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശം കാണും. ഏതായാലും ശരി, അന്ന് ശനിയാഴ്ചയായിരുന്നു. എല്ലാവർക്കും അതൊരു സംഭവമായി. കാരണം ഇതെങ്ങനെ എന്തെങ്കിലും ഇവിടെ അത് മരിച്ചാൽ കത്തോലിക്കെല്ലാം കൂടെ ഇളകി പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കേസാണ്. ഏതായാലും ശരി, ഞായറാഴ്ച രാവിലെ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ ഇവരിങ്ങനെ വന്ന് ആ ഫസ്റ്റ് മുറിയിലായതുകൊണ്ട് എല്ലാവരും കാണാം. ഞാൻ നോക്കി ഒരു 3-4 കുട്ടികൾ വന്നിട്ട് ഈ ജോസിനെ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ഈ 3-4 കൊച്ചു കുട്ടികൾ 5, 6, 4 വയസ്സൊക്കെ ഉള്ളൂ, 5 വയസ്സൊക്കെ ഉള്ളൂ. ഈ പിള്ളേർ വന്ന് ഈ ജോസിനെ അറിയത്തില്ലല്ലോ, അവന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നി ഇവരുടെ ആ സങ്കടവും വിഷമവും കണ്ടപ്പോൾ ഞാനും പോയി, മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്, നിങ്ങൾ ഇവര് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന്. ഈ പിള്ളേര് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തുടങ്ങി ജോസിന്റെ ആ വയറ് വീർപ്പ് മാറി 2 ദിവസത്തിനകം ജോസ് സൗഖ്യം പ്രാപിച്ചു. ജോസ് അത്ഭുത സൗഖ്യം പ്രാപിച്ചു. അതിനുശേഷം അവനോട് സ്നാനപ്പെടാൻ അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, സ്നാനപ്പെട്ട് ഈ അനുഭവത്തിൽ കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ജോയ് സാർ ഒക്കെ തന്നെ വണ്ടിയിൽ ഈ അനൗൺസ് ചെയ്തു. ആ കൺവെൻഷന്റെ അനൗൺസ്മെന്റിൽ ഈ കാര്യം അനൗൺസ് ചെയ്തു. ഇങ്ങനെ അറിയപ്പെട്ടൊരു കുടുംബമായതുകൊണ്ട് ജോസ് റാണിഗിരി ഹോസ്പിറ്റലിൽ തള്ളിയ ജോസിന്റെ സൗഖ്യം ദൈവം കൊടുത്തു. അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അവന്റെ സ്നാനം തൊടുപുഴ ബസ് സ്റ്റാൻഡിന്റെ കൂടെ ചേർന്നുള്ള ഒരു ആറുണ്ട്, ഇപ്പോഴും അവിടെ ഒരു പാലമുണ്ട്, പഴയ ബസ് സ്റ്റാൻഡിന്റെ. അത് ടൗണിലെ ഏറ്റവും മുഖ്യമായ ഒരു സ്ഥലമാണ്. അവിടെ സ്നാനം നടക്കുമെന്ന് അനൗൺസ് ചെയ്തു. ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. അന്ന് പാസ്റ്റർ KG ജോർജ് അവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2-ാം ദിവസം അപ്പോൾ സ്നാനപ്പെടാൻ തയ്യാറായി. വേറെ ചിലരൊക്കെ സ്നാനപ്പെടാനുണ്ട്. എനിക്കത് ചാക്കോച്ചനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ സ്നാനം അറേഞ്ച് ചെയ്തു. ഒരു മൈക്കൊക്കെ വെച്ച് തൊടുപുഴ ആറ്റിൻ്റെ അവിടെ 2 ബോക്സൊക്കെ വെച്ച് നല്ലൊരു മൈക്കൊക്കെ വെച്ചിട്ട് സ്നാനം നടത്താൻ പോവാം. അപ്പോൾ സക്കറിയാപ്പച്ചൻ പറഞ്ഞു, ചെറിയാകുഞ്ഞ് തന്നെ പ്രസംഗിക്കേ, സുവിശേഷം പ്രസംഗിക്കാം, ഇത്രയും വലിയ അത്ഭുതം നടന്നതല്ലേ, ജനങ്ങൾ ഇനി മാനസാന്തരപ്പെടും. അപ്പോൾ പുള്ളി പ്രായമായ മനുഷ്യൻ, നമ്മുടെ സക്കറിയാപ്പച്ചൻ, പുള്ളി പറഞ്ഞു, ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞില്ല, ഞാൻ തന്നെ സ്നാനം കൊടുക്കാം. അസിസ്റ്റന്റിനോട് പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ. നോക്കുമ്പോൾ ഒരു 100-500 പേര്
ആ പ്രദേശം മുഴുവൻ ബസ് സ്റ്റാൻഡും പാലും എല്ലാം നിറഞ്ഞ് ടൈറ്റായിട്ട് നിൽക്കുകയാണ് ഈ ഞങ്ങളുടെ ഓപ്പൺ മീറ്റിങ്ങും ഈ പറഞ്ഞ ജോസിന്റെ സ്നാനവും കാണാൻ. ഏകദേശം ഒരു മുക്കാൽ മണി നേരം ആ ടൗൺ ബ്ലോക്കായി. എറണാകുളത്തു നിന്നൊക്കെ ആൾക്കാർ വിളിച്ചു, എന്താ അവിടെ ബ്ലോക്ക്? അപ്പോൾ അവർ പെന്തിക്കോസ്തുകാരുടെ സ്നാനം നടക്കുക, മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവന്റെ സ്നാനം നടക്കുക എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പലരും വിളിച്ചു പറയാനിടയായി. അങ്ങനെ സ്നാനപ്പെട്ടു. അതിനുശേഷം ആ തൊടുപുഴയിൽ നമ്മളൊരു വേലയും തുടങ്ങി. അങ്ങനെയാണ് ആ തൊടുപുഴയിൽ വേല തുടങ്ങാൻ കാരണം. ഈ ചാക്കോച്ചന്റെ കുടുംബവും പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ വന്നു. ഈ ജോസിന്റെ കുടുംബവും, ജോസിന്റെ പെങ്ങളും സുവിശേഷ വേലയിലുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. ചാക്കോച്ചന്റെ പെങ്ങൾ ഇപ്പോൾ ഇവിടെ തൊടുപുഴയിലെ കാഞ്ചിയാർ മദറായിട്ടിരിക്കുന്നു, മേഴ്സി. അത് പിന്നെയും കുടുംബങ്ങൾ അവിടെ പലതും വന്നു. 40 പേര് അതിനുശേഷം അവിടെ വരാനിടയായി. അപ്പോൾ നോക്കുക, മനുഷ്യന്റെ ഹൃദയത്തിൽ ഞാൻ ഓർക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരതമെന്ന് ചോദിക്കുമ്പോൾ 12 ചുമട്ടുതൊഴിലാളികൾ എന്തോന്ന് ഒരേ സൗണ്ടിൽ അതങ്ങനെ കേൾക്കും. അത് അവരുടെ എല്ലാം ഹൃദയത്തിൽ ഈ ആശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിന്റെ ആത്മാവ് കളയല്ല കേട്ടോ. വിശ്വാസികളായ നിങ്ങൾ ആത്മാക്കളെ തേടണം, സുവിശേഷം അറിയിക്കണം. ഒരാത്മാവിന്റെ വില എത്രയാണ്? നിങ്ങളിൽ ഒരായുസ് മുഴുവൻ നേടിയാലും ഒരാത്മാവിന്റെ വില. അങ്ങനെ ഒരു ആത്മാവിനെ നേടിയാൽ നിത്യതയിൽ എന്തായിരിക്കും സന്തോഷം? പിന്നെ എന്റെയൊക്കെ സന്തോഷമാണ്. ഞാൻ 78 വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ട എൻ്റെ അടുത്ത ആഴ്ച മൈക്കുമൊക്കെ വാങ്ങിച്ച ഓപ്പണർ മീറ്റിംഗ് തുടങ്ങിയതാണ്. സുവിശേഷ യോഗവും രാത്രി മീറ്റിങ്ങും. ആ പട്ടിക്ക് പേ പിടിച്ച പോലെയായിരുന്നു അന്നത്തെ ഒരു അഭിഷേകം. ആർക്കും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല, എല്ലായിടും പോയി. എത്രമാത്രം ആത്മാക്കൾ കിട്ടി. ഞങ്ങളുടെ വീട്ടുകാരുൾപ്പെടെ എൻ്റെ കൂടെ പഠിച്ച 2 പയ്യന്മാര്, ഞങ്ങളെ സയൻസ് പഠിപ്പിച്ച സാറ്, എത്ര പേര് മാനസാന്തരപ്പെട്ടു ദേശത്തിൽ. അപ്പോൾ അതിനുശേഷവും ഇവിടെ എല്ലാം പോയി നമ്മൾ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തി അവിടെ എല്ലാം ആത്മാക്കളെ കിട്ടാനിടയായി. ഒരിക്കൽ ഞങ്ങൾ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലം, നിങ്ങൾക്കറിയാമല്ലോ, രാജീവ് ഗാന്ധി അസാസിനേറ്റഡ് ആയിട്ടുള്ള ആ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളെ അന്ന് ആ കാലത്തിൽ 1982 ഈ 2 ബാച്ച് വീതം, ഓരോ ബാച്ച് വീതം അന്ന് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അയക്കും. അത് സുവിശേഷം അറിയപ്പെടാത്ത സ്ഥലത്താണ്, വിശ്വാസികളുമില്ലാത്ത വെറും പട്ടിക്കാട് ഗ്രാമം. അങ്ങനെയുള്ള സ്ഥലത്തിലേക്കാണ് വിടുന്നത്. പാസ്റ്റർ ഫിലിപ്പ് പിള്ളയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഗൈഡൻസ്. അപ്പോൾ ഞങ്ങളെ 10 പേരെ, നമ്മുടെ മ്യൂസീഷ്യൻ ചെല്ലകുമാറും ഞാൻ ഉൾപ്പെടെയുള്ളതായ നമ്മുടെ കൊട്ടാരക്കരയിലെ ജോണി ചാത്തന്നൂർ, നമ്മുടെ ജേക്കബ് അച്ചാന്റെ അനിയൻ ജോണി, അപ്പം ഞങ്ങളെല്ലാം കൂടി ഒരു 10 പേരെ ശ്രീപെരുമ്പത്തൂരിന് അയച്ചു. ശ്രീപെരുമ്പത്തൂർ ചെങ്കൽപ്പറ്റ കഴിഞ്ഞ് കുറെ പോകണം. അപ്പോൾ അവിടെ അയക്കുന്ന സമയത്തിൽ ഈ ശ്രീപെരുമ്പത്തൂരിനാണെന്ന് അറിഞ്ഞപ്പോഴേ ഫിലിപ്പിയാണ്ടപ്പുള്ള പാസ്റ്റർ ഫോൺ കോളിൻ്റെ ഒരു ഇത് തന്നെ വന്നുകൊണ്ടിരുന്നു. പാസ്റ്റർ എന്തുദ്ദേശിച്ച് അവരെ 10 പേരെ അങ്ങോട്ട് വിടുന്നേ? ഇവർ 10 പേര് മരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിടുന്നേ. അത് ഭയങ്കരമായ ശക്തമായ സുവിശേഷ വിരോധം ഉള്ളൊരു സ്ഥലമാണ്. ഒരുത്തനെ കാലുകുത്തിക്കത്തില്ല. ആരെങ്കിലുമൊക്കെ അവിടെ പോയി സുവിശേഷം അറിയിച്ച സമയത്ത് അവർ കൈയും കാലും തല്ലി ഒടിച്ചു വിട്ടതാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഈ 10 പേരെ വിടുന്നതെന്ന് ചോദിച്ചു. പാസ്റ്റർ ആകെ വെപ്രാളത്തിലായി. പാസ്റ്റർ പ്രാർത്ഥിച്ചു, ദൈവം പറഞ്ഞ് അവരെ വിടാൻ പറഞ്ഞു. അപ്പം ഞങ്ങളെ 10 പേരെയും വിളിച്ചു. 10 പേരെയും വിളിച്ചിട്ട് പാസ്റ്റർ ചോദിച്ചു, ശ്രീപെരുമ്പത്തൂർ എന്നൊരു സ്ഥലത്ത് പോയി മരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ ചോദിച്ചതാണ്. എന്നോട് ദൈവം പറയുന്നു വിടാൻ, പക്ഷെ സകല ആൾക്കാരും വേലക്കാരും വിശ്വാസം പറഞ്ഞ് അവരെ അയക്കരുത്, അങ്ങനെ സ്ഥലമാണ്. അപ്പോൾ പാസ്റ്റർ ദൈവം എന്നോട് നിങ്ങളെ അയക്കാൻ പറയുന്നു, നിങ്ങൾക്ക് പോയി മരിക്കാവോ, രക്തസാക്ഷികളാകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം എൻ്റെ മനസ്സിന് വലിയ സേഫാനോസ് ഒറ്റ പ്രസംഗത്തിലാണ് രക്തസാക്ഷി. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ വന്നതല്ലേ, അപ്പം പിന്നെ അധികകാലം എന്തിനാണെന്ന് അലയുന്നേ. ഞങ്ങളെല്ലാം തയ്യാറാന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാം തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചയച്ചു. അപ്പോൾ അയക്കുമ്പോഴേ ഒരാഴ്ചത്തെ സുവിശേഷീകരണമാണ്. ഞങ്ങളിവിടുന്ന് പോകുന്ന സമയത്ത് ആ സ്ഥലം വരെയുള്ളതായ വണ്ടിക്കൂലി തരും. അങ്ങനെ ഒരുപാട് ബാച്ചിന് പിന്നീട് പലരെ അയച്ചായിരുന്നു. പല വർഷങ്ങൾ അത് കണ്ടിന്യൂസ് അടയാറ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞങ്ങളെ അയച്ച സമയത്ത് അവിടം വരെയുള്ള വണ്ടിക്കൂലി തരും. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ആ പ്രദേശത്തെല്ലാം നടന്ന് സുവിശേഷം അറിയിച്ച് വിശ്വാസത്താൽ 5 പൈസ പിന്നെ കൈ കാണത്തില്ല. അങ്ങനെ അറിയിച്ചിട്ട് തിരിച്ച് എത്രയാ 150 കിലോമീറ്റർ എണ്ണുണ്ടെന്നിരിക്കുന്നു. 150 അതിൻ്റെ അടുത്ത് അവിടുന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ചു വരണം. വിശ്വാസത്താൽ ശനിയാഴ്ച രാത്രിയിൽ വൈകുന്നേരം വരണം. അതാണ് നിയമം. പിന്നെ ഇടയ്ക്ക് രക്തസാക്ഷിയാണ് പിന്നെ വരണ്ടല്ലോ. അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാത്രം ഇത് പറഞ്ഞ് അയച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളവിടെ
പോയി. എല്ലാവരും ഇങ്ങനെ ബസ്സിലിരുന്ന് മയങ്ങി രാവിലെ പോയതല്ലേ. ശ്രീപെരുമ്പത്തൂരിൽ ചെന്ന് ചെല്ലുമ്പോൾ വലിയ കവാടമുണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ കവാടത്തിലായപ്പോൾ ഒരുത്തം പെരുമ്പത്തൂർ ശ്രീപെരുമ്പത്തൂർ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഉറക്കം ഉണർന്ന് ഒരു അഭിഷേകത്തോട് ഞങ്ങൾ അവിടെ ഇറങ്ങി. ശ്രീപെരുമ്പത്തൂരിൽ ഇറങ്ങി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു പ്രവർത്തനത്തിന് പോവല്ലേ, അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കണ്ടത്തിലൊരു മണ്ഡപമുണ്ട്, വലിയൊരു ഈ കൊയ്ത്തൊക്കെ കഴിയുമ്പം നല്ല കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന മണ്ഡപമാണ്. ആ മണ്ഡപത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതായാലും ഭാഗ്യത്തിന് നല്ലൊരു മഴയങ്ങ് പെയ്തു. മഴയൊന്നും ഇല്ലാത്ത സമയമാണ്, നല്ല വെയിലാണ്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആത്മനിറവല്ലേ, തകർപ്പൻ ആത്മനിറവെന്ന് തുടങ്ങി, മഴയും തുടങ്ങി. മഴ വാസ്തവത്തിൽ ഞങ്ങളുടെ ആത്മനിറവിന് വേണ്ടി മാത്രം അയച്ചതാണ്. ഞങ്ങളിങ്ങനെ ഒരു 3/4 മണിക്കൂറോളം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവ് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ നനഞ്ഞു കുളിച്ച് അവിടോട്ട് വരിക. അയാളുടെ സുവിശേഷകനായിരുന്നു, ഒരു അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്നതിനാണ്. പുള്ളി ഏതോ സാധനം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞങ്ങളെ കണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ ആ മണ്ഡപത്തിലേക്ക് പോകുന്നത് കണ്ടു. മഴ പെയ്ത് അല്പം സജ്ജമായപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ എന്തിനു വന്നതാണ്? ഞങ്ങളുടെ സുവിശേഷം അറിയിക്കാൻ. ഈ സ്ഥലത്തോ? ഇതിനു മുമ്പ് ചിലരെ വന്നവരെ കൈയും കാലും ഒടിച്ചു, അവരുടെ തല്ലി ശരിയാക്കിയിട്ടൊക്കെ വിട്ടതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ 10 ചെറുപ്പക്കാരല്ലേ, അപ്പോൾ എനിക്കും വയസ്സ് 21 വയസ്സ്, നിങ്ങൾ തിരിച്ചു പോക്കുമോ? അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് വന്നത് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തിൽ മരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തെല്ലാം ഞങ്ങളുടെ കാല് പിടിച്ചു, ദയവ് ചെയ്ത് നിങ്ങൾ പോക്കുമോ, കർത്താവ് ആത്മാക്കളെ തരുമെന്നൊക്കെ പറഞ്ഞു. അവനില്ല, എല്ലാവരും ഞങ്ങൾ അവിടെ തന്നെ. അപ്പൊ ഈ മഴ പെയ്തത് വളരെ സന്തോഷം. ഇല്ലെങ്കിൽ അന്നേരം നാട്ടുകാരെല്ലാം കൂടി അപ്പൊ ഞങ്ങൾ പിന്നെ അന്വേഷിച്ചപ്പോൾ ഈ സുവിശേഷം ഈ മണ്ഡപം ആരുടെയാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഇല്ല, അത് അവിടുത്തെ ഒരു സംഘടനയുടെ, അതായത് ഒരു പ്രത്യേക സംഘടനയുടെ ലീഡറാണ്, RSSന്റെ വലിയൊരു നേതാവായ ഒരു മനുഷ്യന്റെ മണ്ഡപമാണ്. എന്നൊക്കെ RSSകാർ ഭയങ്കര ഇതിലില്ല. അപ്പോൾ ഭയങ്കര ഒരു മണ്ഡപമാണ്. ആ മണ്ഡപത്തിൽ തന്നെ ഞങ്ങൾ ആ നേതാവിന്റെ മണ്ഡപത്തിലായിരുന്നു ആത്മാവ് നിറഞ്ഞത്. അപ്പം ശബ്ദം കേൾക്കാൻ ഈ മഴ പെയ്തുകൊണ്ട് ആരും ശബ്ദം കേട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി ഈ ശ്രീപെരുമ്പത്തൂർ ടൗണിൽ, ചെറിയൊരു ടൗണാണ്, അവിടെ പോയി നിൽക്കുക. ഈ മനുഷ്യൻ വിറയ്ക്കുന്നുണ്ട്, ദൂരെ നിന്ന് പുള്ളി ഇങ്ങനെ വിറച്ച് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഒരു പാട്ടൊക്കെ പാടി പതുക്കെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ, ഒരു ജാവ മോട്ടോർ സൈക്കിൾ ഒന്ന് ചവിട്ടി നിർത്തിയിട്ട് 2 പേര് വളരെ ശബ്ദത്തോടെ, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വന്നതാണോ? അലറിക്കൊണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വന്നതല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പറയാൻ വന്നതാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ വന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ കയറിപ്പോക്കോ, അല്ലെങ്കിൽ ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ചാൻസ് തരാൻ കയറിപ്പോക്കോ, പക്ഷേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരെണ്ണം ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഏഴുമല എന്ന അദ്ദേഹത്തിന്റെ പേര്. ആ ദേശത്തിൽ അറിയപ്പെടുന്നൊരു മനുഷ്യൻ ഏഴുമല, അങ്ങനെ അറിയപ്പെടുന്നത്. അത് പിന്നീട് നിങ്ങൾക്കറിയാം, ഈ പഴയ ഗവൺമെന്റ്, വാജ്പേയി ഗവൺമെന്റൊക്കെ വന്ന പുള്ളി രാഷ്ട്രീയ ബേസിലെ വലിയ സ്വാധീനമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ കുറച്ച് വിദ്യാഭ്യാസവും നല്ല പക്വതയുള്ള മനുഷ്യനായതുകൊണ്ട് നിങ്ങൾ കയറി പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ക്രിസ്തുമതക്കാരല്ല. പിന്നെ ആരാന്ന് ചോദിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തെയും ഇതിനെ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്തോ ഒരു നടത്തിപ്പ് ഞങ്ങളെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും, എന്നോട് ലീഡർ പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞു. 3/4 മണിക്കൂർ സംസാരിച്ചു. ഈ ലീഡറിന്റെ കണ്ണിൽ കൂടെ കണ്ണീര് വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എൻ്റെ അണികൾക്ക്, ഈ ദേശക്കാർക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് കൈകൂപ്പി ദയവ് ചെയ്ത് അടുത്ത ഗ്രാമത്തിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അത് ചായയൊക്കെ വായിച്ചെന്നു. ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ പോയി. അങ്ങനെ ഓരോ 7-8 ഗ്രാമത്തിൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള രസമാണ്. ഓരോ ദിവസവും വലിയ അത്ഭുതമായ രസങ്ങളാണ്, സംഭവങ്ങളാണ്. പകലൊന്നും ഭക്ഷണം കിട്ടത്തില്ല. പകലെല്ലാം ഇങ്ങനെ 10ഉം 12ഉം 7 കിലോമീറ്ററൊക്കെ നടന്ന് ഇങ്ങനെ ട്രാക്ടർ കൊടുത്ത് വിശേഷം പറഞ്ഞ് പാട്ടും പാടി. ഇപ്പോൾ ഒരു ഇതുണ്ട്, ഈ അക്കോർഡിയനുണ്ട്, ചെല്ലക്കുമാറിൻ്റെ ഒരു അക്കോർഡിയനുണ്ട്. പാഷ ചെല്ലക്കുമാർ മരിച്ച സെറ്റ് പാഷ പുള്ളിക്ക് ഞങ്ങൾ ഈ അക്കോർഡിയനൊക്കെ എടുത്ത് പാട്ടും പാടി ഭയങ്കര സന്തോഷം. ഒരൊറ്റ വിശ്വാസികൾ പോലും, തമിഴ് പോലും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഗ്രാമങ്ങളാണ്. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നീട് ഒരിക്കൽ ഞാൻ ഈ 5 ദിവസത്തെ കാര്യങ്ങൾ വിവരിക്കാം. ഇന്നിപ്പോൾ സ്വഭാവമാണല്ലോ.
അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആദ്യത്തെ ദിവസം ഈ അവിടെ എല്ലാം താഴ്ത്തി കൊടുത്ത് ഈ സുവിശേഷന്റെ വീട്ടിൽ പോയി കിടന്നു. സുവിശേഷന്റെ വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഒരു ചെറിയ ഓലപ്പുരയാണ്. പുള്ളി വാടകയ്ക്കല്ല താമസിക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു, ഇച്ചിരി കാപ്പിപ്പൊടി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞതാ. കാപ്പിപ്പൊടി മാത്രം എൻ്റെ കയ്യിലുണ്ട്, അതിട്ടൊരു കാപ്പി ഉണ്ടാക്കി തട്ടെന്ന് ചോദിച്ചു. അപ്പൊ ലീഡറിന്റെ പോക്കറ്റ് നോക്കിയപ്പോഴാണ്ട് 10 രൂപ താഴെ ചില്ലറയുണ്ട്. ഉടനെ അതുകൊണ്ട് കൊടുത്തുവിട്ട് ഈ പറഞ്ഞ പോലെ പഞ്ചസാരയൊക്കെ വാങ്ങി ഞങ്ങൾ കാപ്പി കുടിച്ചെന്ന് കിടന്നു. ഇന്നത്തെ ശാപ്പാടതായിരുന്നു. പിന്നെ ഓരോ ദിവസം. അപ്പൊ അതിനുശേഷം പിന്നീട് ആ സ്ഥലത്ത് നമുക്കൊരു ഫെയ്ത്ത് ഹോമിന്റെ സ്ഥലം തന്നു. നോക്കണം, ആ ശ്രീപെരുമ്പത്തൂർ തന്നെ ഫെയ്ത്ത് ഹോമിന്റെ സ്ഥലം തന്നു. ഈ കഴിഞ്ഞ വർഷം ഞങ്ങളോട് പോകുമ്പോൾ ഞാനും ഹരിഹരനും കൂടെ, എത്ര വർഷം, 36 വർഷത്തിന് ശേഷം ഞാനും ഹരിഹരനും കൂടെ, 36 40 വർഷമാണ് അല്ലേ, ഞാനും ഹരിഹരനും കൂടെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയി, ശ്രീപെരുമ്പത്തൂർ. അപ്പൊ ഏഴുമല എന്നുള്ള ആളെ ഒന്ന് കാണാം, അന്നത്തെ ആളെ. അപ്പൊ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ചെന്നു. പുള്ളി അവിടെ ഒരു വിവേകാനന്ദ പറഞ്ഞ വലിയൊരു സ്കൂള്, ഇപ്പോൾ ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തുക, അറിയപ്പെട്ട മനുഷ്യനായിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഓർമ്മയുണ്ടോ, അന്ന് ബൈക്കിൽ വന്ന് ഞങ്ങൾ ഓഫീസിലേക്ക് വിളി. പിന്നെ മറക്കുമോ നിങ്ങളെ? അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എനിക്ക് പുതിയ നിയമം വലിയ ഇഷ്ടമാണ്, പഴയ നമുക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, പലതും എനിക്ക് കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. പുള്ളി വീട്ടുകാരെല്ലാം പരിചയപ്പെടുത്തി എന്നോട് പറഞ്ഞു, നമ്മുടെ ഒരു ഫെയ്ത്ത് ഹോം ഇവിടെ ഉണ്ട് കേട്ടോ. ആ മനുഷ്യൻ പറയും, നമ്മുടെ ഒരു ഫെയ്ത്ത് ഹോം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്ട്രീറ്റിന്റെ അടുത്ത സ്ട്രീറ്റിൽ ഒരു ഫെയ്ത്ത് ഹോം ഉണ്ട്. ഇപ്പൊ ഒരു നല്ല വേലയുമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ ആത്മാവ് കളയരുത്. സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്തും കളയരുത്. ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവർക്കും ആശ്വാസം നൽകുന്ന ഒരു പ്രത്യേക അനുഭവം. സുവിശേഷം അറിയിക്കുന്നവന്റെ പാദം എത്ര മനോഹരമെന്നാണ്, ഇല്ലയോ? അവന്റെ പാദം എത്ര മനോഹരം. അതുകൊണ്ടാണ് മുത്തമേയത്തിൽ വായിക്കുമ്പോൾ അവന്റെ കാലിന് ചെരുപ്പും, ഇല്ലേ? സുവിശേഷം തീമോഥെയോസിൽ വായിക്കുമ്പോൾ എന്റെ കാലിന് ചെരുപ്പും എന്ന് പറയുന്നു. ചെരുപ്പ് ഏതാ? സമാധാന, ഒന്ന് വായിച്ചേ, സമാധാന സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സമാധാന സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതാണ് ചെരുപ്പ് എന്ന് പറയുന്നത്. വായിക്കാം, എടുത്തവരാരെങ്കിലും വായിച്ചു? പാദരക്ഷ, അതാണ് പർവ്വതത്തിൽ സുവാർത്താദൂതന്റെ കാൽ എത്ര മനോഹരം. നമ്മുടെ ജയ്ബോയ് പാസ് കണ്ടില്ലേ? ഇപ്പോഴും പുള്ളി സുവിശേഷത്തിന് നല്ല ആത്മാവുള്ള മനുഷ്യനാണ്. തിരുവല്ലായിലിരിക്കുമ്പോഴേ പാസ്റ്റർ വിൽസൺ, നമ്മുടെ വില്ലീസ് കുട്ടിച്ചായനെ, എന്നോട് ഒരു കാര്യത്തിന് വേണ്ടി, ഒരു സത്യത്തിന് വേണ്ടി പുള്ളി ചില കാര്യം തുറന്നു പറഞ്ഞപ്പോൾ പുള്ളി അന്ന് പോലെ പ്രസംഗിക്കാതെ വിട്ടു. പ്രസംഗിക്കാനെന്ന് പറഞ്ഞ് സെൻറ്ററുകാരെ ബ്ലോക്ക് ചെയ്തു. 2 വർഷത്തേക്ക് പിന്നെ പുള്ളിയെ പ്രസംഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞൊരു തൻ്റെ ഉപദേശത്തോട് ഞാൻ ഐക്യപ്പെട്ടുകൊണ്ട്, അതായത് മനുഷ്യര് കാഹളം ധരിക്കുമ്പോൾ പർദീസിൽ നിന്ന് ഉയർക്കുന്നതെന്ന് ഞാനവിടെ പോയി പ്രസംഗിച്ചു. അപ്പൊ അവിടുത്തുകാർ ചില ഉപദേശമായ മൂപ്പന്മാർ പറഞ്ഞു, അല്ല, മണ്ണിൽ തന്നെയാണ് കാഹളം ധരിക്കുമ്പോൾ ഉയർക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണ്ണിൽ നിന്നൊക്കെ ഉയർക്കുന്നത് വേറെ, കാഹളം ധരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞാൽ പർദീസിൽ നിന്നാണ് ആദ്യ ഫലം ഉയർക്കുന്നത്. ഞാൻ തെളിയിച്ചു കൊടുത്തു. അപ്പൊ അതിന് പാസ്റ്റർ വിൽസൺ അനുകൂലപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തിരുവല്ലായിൽ പുള്ളിയെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞ് പിന്നെ മദ്രാസിലൊക്കെ എഴുതി അറിയിച്ചവർ അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റാ. പണ്ടും പാസ്റ്റർമാര്, പാസ്റ്റർ എസ് സി തോമാച്ചനൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പബ്ലിക്ക് പറഞ്ഞ മനുഷ്യർ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷത്തേക്ക് പുള്ളിയെ പ്രസംഗിക്കാൻ പറ്റില്ല പുള്ളിയെ. ആ സമയത്ത് ഞാൻ പുള്ളിയുടെ അംബാസഡർ കാറില് ട്രാക്ടറൊക്കെ നിറച്ചിങ്ങനെ ഗ്രാമങ്ങളിൽ പോയി ഞങ്ങൾ ആ ഭാഗത്തെല്ലാം പോയി സുവിശേഷം അറിയിക്കുമായിരുന്നു. പിന്നീടും പാസ്റ്റർ വിൽസൺ ഇവിടെ സെൻട്രൽ പാസ്റ്ററായി പോയി. ഞാൻ ആ കാലഘട്ടം ഏതാ, അന്ന് സുവിശേഷം അറിയിക്കുന്ന സമയം കൺവെൻഷൻ പ്രസംഗിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക സന്തോഷം. കൺവെൻഷനൊക്കെ നമുക്ക് പ്രസംഗിക്കാം, പക്ഷെ സുവിശേഷം എന്ന് പറയുന്നത് പാളയത്തിന് പുറത്താണ്. പലരും നമ്മളെ അംഗീകരിച്ചില്ലെന്ന് വരും, ഉപദ്രവിച്ചെന്ന് വരും. പൗലോസ് അപ്പോസ്തലനെ കണ്ടില്ലേ, പോയി സുവിശേഷം അറിയിക്കുമ്പോൾ അനുഭവിച്ച കഷ്ടങ്ങൾ. അതാണ് പാളയത്തിന് പുറത്ത്, അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിക്കുക. അവർക്ക് പ്രത്യേകമായ ഒരു ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടം എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവി ദൈവം നിത്യതയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാക്കളെ നേടാൻ നോക്കിയോണം. എനിക്കൊക്കെ കർത്താവിടെല്ലാം ഒരുപാട് ആത്മാക്കൾ തന്നിട്ടില്ല. ചെമ്പാപ്പാറയിൽ പ്രസംഗിച്ച് ഓപ്പണർ മീറ്റിംഗ് പ്രസംഗിച്ചാണ് സിബിച്ചന് കുടുംബം. ഇരട്ടയാറിൽ പ്രസംഗിച്ചാണിപ്പോൾ അമേരിക്കയിലുള്ള ഡോക്ടർ പ്രസാദും ലീനയൊക്കെ വിശ്വാസം. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ
ആ സുവിശേഷം പ്രസംഗിച്ച് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ആത്മാക്കളെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും സുവിശേഷം പോയി കവലെ പോയി പ്രസംഗിച്ചില്ലെങ്കിലും ഫോണിൽ കൂടെ ആയാലും ശരി, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ അറിഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ പ്രവൃത്തി ഈ അവസാന കാലത്തിൽ ഒരു ശക്തിയോട് നമ്മൾ ചെയ്യണം. അത് വെളിയിലിറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ഫോണിൽ കൂടെ, ഞാൻ കട്ടപ്പനയിൽ ഇരിക്കുന്ന സമയത്ത് ടെലിഫോൺ ഇത് ഡയറക്ടറി ഞാൻ നോക്കും. ഏതാണ് ഡയറക്ടറി നോക്കിയിട്ട് ചുമ്മാ ഓരോ നമ്പറിൽ വിളിക്കും. നമ്പർ വിളിച്ച് അവർ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? ചിലർ പറയും ഞാൻ ഇച്ചിരി യേശുവിനെ പറ്റി പറയട്ടെ. മിക്കവാറും എല്ലാവരും ഇടുക്കിക്കാരും അങ്ങനെ വലിയ അഹങ്കാരികളല്ലായിരുന്നു. പലരും പല വിവാദത്തിൽപ്പെട്ടവരും യേശുവിനെ കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വളരെ താല്പര്യം ആ കാലത്തിൽ. അങ്ങനെ തന്നെ ചില ആത്മാക്കൾ കട്ടപ്പന വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നവന്റെ കാൽ എത്ര മനോഹരം. അവിടെ ഉത്തമഗീതത്തിലും വായിക്കുന്നത് പ്രഭുകുമാരി 7-ാം അധ്യായം 2-ാം വാക്യം. 7:2. പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. പ്രഭുകുമാരി ആരാ? സഭ, മണവാട്ടി. അപ്പൊ മണവാട്ടിയായി വിളിക്കപ്പെട്ടവര് എപ്പോഴും എന്ത് ചെയ്യണം? യേശുവിനെ കുറിച്ച് സാക്ഷിക്കണം. നിങ്ങൾ ആ പ്രഭുകുമാരി അവിടെ എന്ത് ചെയ്തു? എല്ലായിടത്തും പോകുന്നിടത്തെല്ലാം തന്നെ മണവാളനെ, ആത്മനേസറിനെ സാക്ഷിക്കുന്നതിന് എത്രയോ സന്തോഷമായിരുന്നു. ശലോമോന്റെ അരമനയിലെ സകല മഹത്വവും സകല പ്രതാപങ്ങളും അവളുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുള്ള പറഞ്ഞേ, എന്റെ പ്രിയൻ സർവാംഗ സുന്ദരൻ. എന്തുവാടി വിസ്തീർണം? നീ ഈ ആട്ടിടെ ചെറുക്കനെ കുറിച്ച് ഇത്രയും പറയാൻ എന്നാ ഇരിക്കുന്നത്? യെശയ്യാ പറയുമ്പോൾ അവന് അഴകുമില്ല, സൗന്ദര്യമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക അവനെ കുറിച്ച് മാത്രം അവളിൽ എപ്പോഴും നിനക്ക് പ്രശംസ. അവൾ പറഞ്ഞു, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ, വെണ്ണയും ചുവപ്പുണ്ട്. അതാണ് യേശുക്രിസ്തുവിന്റെ സൗന്ദര്യം. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോഴോ, യേശു ഭൂമിയിൽ ഇരുന്ന സമയത്ത് ഈ പ്രധാനികളോ ശ്രേഷ്ഠന്മാരോ ആരും യേശുവിനെ യാതൊരു വിലയും കൊടുത്തില്ല. കാണുന്നിടത്തെല്ലാം വെച്ച് അവനെ അപമാനിക്കുകയും പിന്നെ തള്ളുകയും ചെയ്തു. പിതാവായ ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഒരു പ്രഭാവമില്ലാതെ ഏറ്റവും ലീസ്റ്റ്, വൺ ഓഫ് ദി ലീസ്റ്റ് ബർത്തായിരുന്നു യേശുവിന്റെ ജന്മം. മരണം വരെ അങ്ങനല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ കാലത്തിൽ യേശുവിനോടുകൂടി നടന്ന് അഭ്യസിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴല്ല, നേരത്തോട്ട് അഭ്യസിക്കേണ്ടതായിരുന്നു. ഇനിയെങ്കിലുള്ള സമയത്തിൽ അവിടെ രണ്ടാമത് പറയുമ്പോൾ 11:29 വായിക്കുമ്പോൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഒരു മുഖം എപ്പോഴും ആവശ്യമാണ്, അല്ലേ? മുഖം നമുക്ക് ആവശ്യമാണ്. മുഖം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള മുഖമുണ്ട്. എന്റെ മുഖം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മുഖം എന്ന് പറയുന്നതിൽ ആ മുഖത്തിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഇച്ചിരി കഷ്ടമുണ്ടെങ്കിൽ തന്നെയും അതിനകത്തൊരു ആശ്വാസമുണ്ട്. ഈ മുഖമേറ്റ് പഠിക്കേണ്ടതെന്താ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ്. അപ്പൊ നമുക്കെപ്പോഴും ഒരു മുഖത്തിന് കീഴിലുള്ള ജീവിതമാണ് സുഖം. മുഖത്തിന് കീഴിലുള്ള ജീവിതമാണ് എന്ത് ചെയ്യും? പഴുതെറ്റത്തില്ല, ഒരു ഗൈഡൻസ് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഈ കാള തന്നെയാണെങ്കിലും ആ മുഖത്തിന് കീഴിൽ പോകുന്ന സമയത്ത് ലക്ഷ്യമുണ്ട്. ആ യജമാനന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ആ കാളയെ മുഖത്തിന് കീഴിലാക്കുന്നത്. പക്ഷെ മുഖത്തിൽ നിന്നില്ലാത്ത കാള കണ്ടില്ലേ? അതിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് കാണുന്നിടത്തെല്ലാം തിന്ന് അടിയും വാങ്ങിച്ച് അങ്ങനെ പോകും. അപ്പൊ യഥാർത്ഥമായ ഡിസിപ്ലിൻ ലൈഫ്, ഒരു ആത്മീയരായി തീരണമെങ്കിൽ നമുക്ക് ഒരു മുഖത്തിന് കീഴിൽ വേണം. രണ്ടു വിധമായ മുഖങ്ങളുണ്ട്. ഒന്ന് സാത്താന്റെ മുഖം, ലോകത്തിന്റെ മുഖം. ഇതിലേതെങ്കിലും ഒന്ന് മനുഷ്യന് കാണും. ഒന്നുകിൽ ദൈവത്തിന്റെ മുഖം കാണും, അല്ലെങ്കിൽ സാത്താന്റെ മുഖം കാണും. പലരും സാത്താന്റെ മുഖത്തിലായതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൽ സന്തോഷമില്ലാത്തത്. പലരും സാത്താന്റെ മുഖം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർ അസ്വസ്ഥരായി. ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഇന്നത്തെ കാലത്തിൽ എന്തുമാത്രം മനുഷ്യരാണ്. അതുകൊണ്ട് ഇതാണെങ്കിൽ പോലീസുകാർ പോലും കയറെ തൂക്കാൻ പോകാൻ പറയില്ലേ? 100 പോലീസുകാരും അബദ്ധത്തിലായ കാര്യത്തിൽ പേപ്പർ കണ്ടില്ലേ? അപ്പം മുഖത്തടിയിൽ കീഴിലേക്ക് പോവുകയാണ്. അപ്പൊ പിശാച് തന്റെ മുഖത്തിൽ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ബമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പണ്ടും ഇപ്പോഴും. ഏതും തോട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരെ ദൈവമുഖത്തിൽ നിന്ന് മാറ്റി തന്റെ മുഖത്തിലേക്ക് കൊണ്ടുവന്നു. അത് പാപത്താൽ, അനുസരണക്കേടിനാൽ. അതുകൊണ്ടാണ് ദൈവത്തിന് വരം പറയുമ്പോൾ മിസ്രൈം എന്ന ലേവ്യ പുസ്തകം 26:13 ലേവ്യ പുസ്തകം 26:13 നിങ്ങൾ മിസ്രൈമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ
തുകക്കൈകളെ ഒടിച്ച് നിവർന്നു നിൽക്കുമാറാക്കി. ഇസ്രായേലിലെ ഇസ്രായേൽ ജനം 400 വർഷങ്ങൾക്കധികം അടിമകളായിരുന്നു. നോക്കണം, അവിടുത്തെ തുകക്കനായിരുന്നു. ഇഷ്ടി ഉണ്ടാക്കി അമിതമായ ജോലി എടുപ്പിച്ച്, അമിത ജോലി എടുപ്പിച്ചിട്ടും ഭക്ഷണമില്ല, ചാട്ടം കൊണ്ട് അടിച്ച് അവരെ വേദനപ്പെടുത്തി യാതൊരുവിധമായ പരിഗണനയുമില്ലാതെ നടത്തിയൊരു കാലഘട്ടം. ഇത് എഴുത്തിൻ പ്രകാരം അങ്ങനെയാണെങ്കിൽ ആത്മീയത്തെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളും ഈ ലോകത്തിന്റെ പൈശാചിക ശക്തിക്ക്, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ആ മുഖമാണ് ഈ മിസ്രൈമിന്റെ മുഖം എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ മുഖം. ആ മുഖത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ചെന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തു തന്റെ കാൽവരി മരണത്താൽ, മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചെന്നാണ്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. എബ്രായർ വായിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം. 2-ാം അധ്യായം 14-ാം വാക്യം. 2:14. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ മനുഷ്യരെല്ലാം ഈ അടിമതുഖത്തിന് കീഴിലായിരുന്നു, പാപത്തിന്റെയും മരണത്തിന്റെയും. ഇല്ലയോ? ആ പാപത്തിന്റെയും മരണത്തിന്റെയും ശക്തിക്ക് അടിമപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു. മരണഭയം ഉണ്ടായിരുന്നു. അയ്യോ മരിക്കുമല്ലോ. ഇത് മനുഷ്യന് മരണഭയമില്ലേ? ഇത് മാത്രം രൂപ മുടക്കിയാലും ജീവിക്കണമെന്നാണ്. നമുക്കൊക്കെ ആണെങ്കിൽ മരിച്ചാലും സന്തോഷം. ഇത് രാവിലെ ഇവിടുത്തെ ഒരു വിശ്വാസ സഹോദരനോടൊന്ന് പറഞ്ഞു, 2-3 പേര് ദർശനം കണ്ട് എന്നോട് പറഞ്ഞു, ഇയാൾ പൂർണ്ണപ്പെട്ട് സ്വർഗത്തിൽ പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ലതല്ലേ? ഏറ്റവും നല്ല കാര്യം അല്ല, എനിക്ക് സന്തോഷമാണ്, ഇച്ചിരി കടഭാരമുണ്ട്, ഒന്ന് ക്രമീകരിച്ചിട്ട് ഞാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞു. അതേ വ്യക്തിയെക്കുറിച്ച് ഇന്ന് വെളുപ്പിന് ഞാനും സ്വപ്നം കണ്ടു. താൻ അവസാനത്തിൽ കർത്താവിന് വേണ്ടി നല്ല തീക്ഷ്ണതയോടെ ചില കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നതായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെ പ്രത്യാശയുള്ളവർക്ക് മരണഭയമില്ല. പ്രത്യാശയില്ലാത്തവരാണ് മരണഭയം. ഇനി പ്രത്യാശയില്ലാത്തവരെ പോലും മരണത്തിലേക്ക് നടത്തുന്ന ശക്തിയുണ്ട്. അതാണ് പാപം. പാപത്തിന്റെ ശമ്പളം. അപ്പൊ പാപവും മരണവും എന്ന് പറയുന്നതാണ് മിസ്രൈമിയ ദുഃഖ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേറൊരു വാക്യത്തിൽ ഇരുമേലാന്ന് പറയുന്നത്, മിസ്രൈം എന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് നിങ്ങളെ ഞാൻ വിടുവിച്ചതാണ് പറഞ്ഞത്. അപ്പൊ മിസ്രൈം എന്ന ഇരുമ്പ് ചൂള നമ്മളെപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നതല്ല, മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തി ഉപദ്രവമുണ്ടാക്കി അവരെ ചൂള പോലെ കത്തുന്ന ഒരനുഭവത്തിലാക്കിയിട്ട് അവരെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കുക, അല്ലെങ്കിൽ മറ്റു കൊലപാതകം ചെയ്യുക, ഇങ്ങനെയുള്ളതായ ദുഷ്പ്രവൃത്തികളിലേക്ക് മനുഷ്യൻ നടത്തുന്ന ഈ ദുഃഖശക്തി. കഞ്ചാവിനും ഇത് കണ്ടില്ലേ, ചെറുപ്പക്കാരായ മനുഷ്യര്, പെന്തിക്കോസിൽ പോലും ജനിച്ചുള്ള പിള്ളേർ പോലും ഈ ശക്തിക്ക് അടിമപ്പെട്ടു പോവുകയാണ് ചിലരൊക്കെ. കാരണം അവരറിയുന്നില്ല ഈ ലോകത്തിലെ കൂട്ടുകെട്ടും കാര്യങ്ങളും ബന്ധങ്ങളും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് പോയി മദ്യപാനത്തിലും കഞ്ചാവിലും മറ്റു പലവിധമായ ബന്ധനത്തിലേക്ക് അവരെ അടിമപ്പെടുകയാണ്. ഞാൻ കൂടെ 19 വയസ്സ് വരെയും ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചാൽ പോലും ഇങ്ങനെയുള്ള മുഖത്തിന്റെ ശക്തി എൻ്റെ മേൽ വാണുകൊണ്ടിരുന്നു. അപ്പൊ എൻ്റെ പിതാവ് പോയി മാതാവിനോട് പറഞ്ഞു, അവൻ നമ്മളിത് കൈവിട്ടു പോകും. ബിസിനസ്സുണ്ട്, പകരം പഠിക്കും. ആലപ്പുഴ IIT പഠിച്ചുകൊണ്ടിരുന്നത്. വൈകിട്ട് വന്ന് ബിസിനസ് ബസ് സ്റ്റാൻഡിൽ നെടുമുടിയില്ലേ, വൈകുന്നേരത്തെ എൻ്റെ ഡ്യൂട്ടി. രണ്ടിനും എനിക്ക് പ്രാപ്തി ഉണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല ഷൈൻ ചെയ്യുമായിരുന്നു, കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറെ ലോകസുഖം, കൂട്ടുകാർ, ഡ്രിങ്കിങ് ഹാബിറ്റ്, സിനിമ, അങ്ങനെയുള്ള എന്റർടൈൻസ്, ടൂറ്, യാത്ര, ഇതെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. കൂട്ടുകെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല സമ്പാദിക്കും, കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. പക്ഷെ ഫാദർ അവസാനം അമ്മയോട് പറഞ്ഞു, കൈവിട്ടു പോയി, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, അവനെ ദൈവത്തിന് കൊടുത്താ, ജനിച്ചപ്പോഴേ ദൈവത്തിന് കൊടുത്തു, ദൈവം പിടിച്ചോളും, നിങ്ങൾ ഭാരപ്പെട്ടാൽ ഒറ്റ വാക്ക്. കറക്റ്റ് 19 വയസ്സിൽ ലോകത്തിലേക്ക് നഷ്ടപ്പെടാവുന്ന സമയത്തിൽ കർത്താവ് ഒരു ദർശനം തന്നു. എന്നെ ആ അടിമതുഖത്തിൽ നിന്ന്, മിസ്രൈം എന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. അപ്പൊ അങ്ങനെ ആ മുഖത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നമ്മൾ ഒന്നാമത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം, വചനം. ഇനി അത് കഴിഞ്ഞ് മറ്റൊരു മുഖമുണ്ട്, അതാ വേറൊരു മുഖം. ഈ പാപത്തിന്റെ മുഖം കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ മറ്റൊരു മുഖത്തിലേക്ക് നമ്മൾ അറിയാതെ ബന്ധിക്കപ്പെട്ടു. അവിടാണ് ക്രിസ്തീയ ലോകം, പെന്തിക്കോസ് ലോകം പരാജയപ്പെട്ടൊരു കാര്യം. അവർ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്, പെന്തിക്കോസുകാരാണ്, ഇനി ഞങ്ങൾ സ്വതന്ത്രരാണ്, ഇനി ഞങ്ങൾ അടിമകളല്ല. ഇല്ലയോ? പാട്ട് പാടത്തില്ലേ, അടിമകളല്ല ഇനിമേൽ നാമും. പക്ഷെ ആ അടിമമുഖത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടാലും
മറ്റൊരു അടിമമുഖം നമുക്കില്ലെങ്കിൽ നമ്മൾ അറിയാതെ സ്ലിപ്പായി പോകും. ആ മുഖമാണ് ക്രിസ്തുവിന്റെ മുഖം. എന്നാൽ ആ മുഖത്തിൽ നിന്ന് ചിലരെന്ത് ചെയ്യുന്നു? വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു ക്രിസ്തു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷത്തിലേക്ക് അറിയാതെ ചെയ്യിച്ചു. ഓണം ഞങ്ങൾ അറിയിക്കാത്ത വേറൊരു യേശുവിനെ, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിലേക്ക് തിരിയുകയാണ്. യേശുവാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് തിരിയുകയാണ്. മറ്റൊരാള് ഈ അന്യഭാഷ ആത്മാവാണെന്ന് പറഞ്ഞ് അവരും അന്യഭാഷ ആത്മാവ് ഇതിനകത്ത് കൂട്ടിക്കടന്നു പോവുകയാണ്. വേറൊരു സുവിശേഷം, അതെന്താ? പ്രോസ്പെരിറ്റി ഗോസ്പൽ. അതാണ് മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ന് പെന്തിക്കോസ് ലോകം തകിടം പറയുന്നത്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ പോലും പല വിഭാഗങ്ങൾ കാണുന്നില്ലേ, പല ഗ്രൂപ്പുകളിൽ പോലും. അവർ പിന്നെ സമ്പാദിക്കാനും ഒക്കെയാണ്. പിന്നെ ഒരു ലജ്ജയില്ലാതെ പറയാണ്, ഈ ബൈബിൾ ഞാൻ കയ്യിലെടുത്തുകൊണ്ട് എനിക്ക് 10 പ്രാവശ്യം അമേരിക്കയിൽ പോകാൻ കഴിഞ്ഞു, പിന്നെ ഈ 12 പ്രാവശ്യം ഗൾഫിൽ പോകാൻ കഴിഞ്ഞു, ഇത്രയും കർത്താവിലേക്ക് തന്നു, 4 കാർ തന്നു. ഇതൊക്കെയാണോ? ഇത് കർത്താവിനെ വിശ്വസിക്കാത്ത എത്രയോ മനുഷ്യരുണ്ട്. യേശു ക്രിസ്തുവിനെ നിശ്ചിതമായി സ്വീകരിക്കാത്ത ലോക അംബാനി ഗ്രൂപ്പിനൊക്കെ എന്തുമാത്രമുണ്ട്, എണ്ണിയാ തീരാത്തതല്ലേ. ഇതാണോ താരതമ്യം? ഇപ്പൊ കണ്ടു കുരുടാക്കപ്പെടുകയാണ്. ഞങ്ങളുടെ അപ്പന്മാർ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറമ്പ് തന്നു. കർത്താവ് പറമ്പൊന്നും ഓഫർ ചെയ്തിട്ടില്ല. ചിലപ്പോൾ വരും, കൂടെ വരും എന്നുള്ളേ ഉള്ളൂ. ചിലപ്പോൾ കാശ് കിട്ടും. ഇതൊന്നും അല്ലല്ലോ. കർത്താവ് ഞാൻ നിത്യജീവൻ തരാമോ. അപ്പൊ ആ പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്ക് മറിയുകയാണ്. വായിച്ചേ 11-ാം അധ്യായത്തിന്റെ ഞങ്ങൾ 4-ാം വാക്യം. 2 കൊരിന്ത്യർ 11-4. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു ചിന്തിച്ചോണം. നിങ്ങളുടെ സഭയിൽ തന്നെയാണ് ഈ പ്രസംഗം നടക്കുന്നത്. അതാ നിങ്ങൾക്ക് പ്രശ്നം. നിങ്ങൾ അറിയുന്നില്ല. ഈ കുമ്പളി സഭയിൽ പോലും ആ പിശാച് കയറി പിടിച്ചത് ഞാൻ കണ്ടതല്ലേ ഇല്ലേ? ഈ കുമ്പളി സഭയിൽ പോലും, ഈ കുമ്പളി സഭയെന്നല്ല, ഞാനിന്ന് പെന്തിക്കോസിൽ ഏതെല്ലാം സഭയിൽ പോയിട്ടുണ്ട്, ആ സഭയിലൊക്കെ ഈ പിശാച് കയറിയിട്ടുണ്ട്. പിന്നീട് യേശുവിനെ പറ്റി പറഞ്ഞ് പലരും തിരിക്കാറുണ്ട്. ചിലര് തിരിയും, ചിലര് അങ്ങനെ നശിച്ചു പോവുകയും ചെയ്യും. നോക്കണം, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ. അതെങ്ങനെ? മറ്റൊരു പിശാചിനെയാണ് നിങ്ങൾ വേണേൽ സമ്മതിക്കത്തില്ല. മറ്റൊരു യേശുവിനെ. സുവിശേഷ വേലക്കാരുടെ വായി തന്നെ നിങ്ങൾക്ക് ഭൗമിക നന്മകൾ ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. അവനെ നല്ല ജോലി കിട്ടണം, പിന്നെ അത് വേണം. പക്ഷെ നല്ല ആത്മീയ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനും ശാസിക്കാനും തിരുത്താനും ക്രമീകരിക്കാനും പലരുമില്ല. നിങ്ങളുടെ വീടുകളിൽ തന്നെ അങ്ങനല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്ര പേര് ആത്മീയത്തെ വളർത്തുന്നു? പണ്ടൊക്കെ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു, പ്രാർത്ഥിപ്പിക്കുമായിരുന്നു മക്കളെ. പണ്ടത്തെ അമ്മമാർക്ക് വിദ്യാഭ്യാസം കുറവാണല്ലോ. അവർ 2 കാര്യം, യേശു മതി, സ്വർഗം മതി, സ്വർഗത്തിൽ പോകണം കേട്ടോ, യേശുപ്പച്ചനെ കാണണം. ഇത് കേട്ട് വളർന്ന പലരും ഇന്നും ആ സന്തോഷം നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെന്ത് ചെയ്യുന്നു? ബൈബിൾ പഠിക്കാൻ സമയത്ത് ഇപ്പോൾ സിലബസ് പഠിക്കും, ഡിസ്റ്റിങ്ഷൻ എടുക്കണം, റാങ്ക് എടുക്കണം, പിന്നെ ക്ലാസ്സിൽ 1ാമനാകണം, എഞ്ചിനീയറാണ്. എന്തോ എഞ്ചിനീയറാണ്? എവിടെയിട്ട് പണിയാനേത്? ആർക്കിട്ട് പണി? എവിടത്ത് പണിയാണ്? ഡോക്ടറാണ്. കണ്ടില്ല, ഡോക്ടർമാർ ചികിത്സ ചെയ്ത് പരുവത്തിലായി കഴിയുക. അപ്പോൾ വ്യവസ്ഥയില്ലാത്തവരൊക്കെ ഡോക്ടറായാൽ, വ്യവസ്ഥയില്ലാത്തൊരു എഞ്ചിനീയർ ആയാൽ അവരെ കൊണ്ട് ലോകത്തിന് വലിയ ദുരിതമുണ്ടാകും. നേതാക്കന്മാർ, പണ്ട് നെഹ്റുവിനെ പോലുള്ളതായ നേതാക്കന്മാർ, നെഹ്റു, പട്ടേല്, ഗാന്ധിജി, അവർക്കുള്ളതെല്ലാം ത്യജിച്ചുകൊണ്ട് അവർ ദേശത്തിന് വേണ്ടി ദേശസ്നേഹികളായി തങ്ങളെ തന്നെ ത്യജിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യകാല നേതാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അവരങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയത്, അല്ലാതെ ലാഭത്തിന് വേണ്ടിയല്ല. നെഹ്റു ജയിലിരിക്കുമ്പോഴാണ് മോൾക്ക് വേണ്ടി എഴുതിയ ഒരു കത്ത്, പിതാവിന്റെ കത്ത്, ഡയറി എന്ന് പറഞ്ഞില്ലയോ, ഡൽഹി. ഇത് 9ാമത്തെ വയസ്സിൽ ഇന്ദിരാഗാന്ധി അടിയേറ്റ് ജാഥായ്ക്ക് പോയതാണ്. അപ്പന്റെ വീര്യത്തിൽ 9ാമത്തെ വയസ്സിൽ അടിയേറ്റ് റോഡിൽ കിടന്ന സംഭവമുണ്ട്. അവരൊന്നും ദേശസ്നേഹമല്ലാതെ മറ്റൊന്നും കണ്ടിറങ്ങില്ല. അങ്ങനെ ത്യജിച്ചുകൊണ്ട് ഇറങ്ങിയവരാണ് ആദ്യകാല നേതാക്കന്മാർ. കേരളത്തിലല്ലയോ എത്രയോ നേതാക്കന്മാർ, DMS ഉൾപ്പെടെ. അവർക്ക് കിട്ടിയ വെളിപ്പാടിൽ അങ്ങനെ ഇറങ്ങി തിരിച്ചവരെ പിടിച്ച് ജയിലിലിട്ട് കഷ്ടപ്പെടുത്തി അവരെ ഉപദ്രവിച്ചെങ്കിലും അവരൊക്കെ ദേശത്തിൽ ദേശാധിപതികളായി പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടും പ്രസിഡന്റും ഒക്കെ ആയിട്ട് മാറി അവരവസാനിച്ചു ആ തലമുറ. ഇന്നിപ്പോഴോ യാതൊരു വെള്ളിയാഴ്ച ഇല്ലാത്ത പാർട്ടികളെല്ലാം രാഷ്ട്രീയത്തിലിറങ്ങി. അവർക്ക് ഈ രാഷ്ട്രീയ സമയത്തുള്ള കഷ്ടപ്പാടേ ഉള്ളൂ. ഏതാ? ഇലക്ഷൻ സമയത്തെ കഷ്ടപ്പാട് ചിലർക്ക്, എല്ലാവരും അല്ല, ചിലര്. ഇലക്ഷൻ സമയങ്ങളിൽ ഈ കൊടുവയിലും നടന്ന് നമ്മുടെ വീടുകളിലൊക്കെ വന്ന് വോട്ടും വാങ്ങിച്ച് രാഷ്ട്രീയത്തിൽ കയറി
ചിലർ ദേശാധിപതികളായി മന്ത്രിമാരായി, അതുകൊണ്ട് അവർ കഷ്ടം തീർന്നു. പിന്നെ 5 വർഷത്തേക്ക് സുഖം. പിന്നെ കൊള്ളയടിച്ചും പിന്നെ തട്ടിപ്പും നടത്തി മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത ചിലർ, എല്ലാവരും ഒന്നുമല്ല കേട്ടോ, അവരെന്ത് ചെയ്യും? നമുക്കറിയാം, ഭരണം കഴിയുമ്പോൾ പിടിച്ചകത്തിടുക. പണ്ട് നേതാക്കന്മാർ ജയിലിൽ പോയതിനു ശേഷം സിംഹാസനത്തിൽ വരും. ഇപ്പോഴത്തെ നേതാക്കന്മാർ ചിലര് കസേര കയറിയതിനു ശേഷം പിന്നെ പോകുന്നതോടാണ് ജയിലിൽ. കാരണം അവരുടെ കോഴ്സ് തന്നെയാണ്. അവരിയ്ക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അഴിമതി, നല്ല സതുദ്ദേശമുള്ള ഭരണം വേണ്ട, അഴിമതി. ഇങ്ങനെ പറഞ്ഞ് അവസാനം അവരെ കൊണ്ട് അഴിക്കുള്ളിലാക്കും. അഴിമതി കൊണ്ട് അഴിമതിയിലാക്കും. ഇതുപോലെ പെന്തിക്കോസുകാരും ഒരു കാലത്ത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ദൈവദാസന്മാരുടെയും വിശ്വാസികളുടെയും തലമുറയാണ് നമുക്ക് മുമ്പിലുള്ളത്. അവർ തങ്ങളെ തന്നെ ത്യജിച്ചിട്ട് വന്നവരാണ്. ലോകം വേണ്ട, ഒന്നും വേണ്ട എന്ന് ത്യജിച്ചു വന്നവർ. പക്ഷെ അവരുടെ പിന്തലമുറ വന്നപ്പോൾ തുജയുടെ വിലക്കാർക്ക് ഇന്ന് പദവികളാണ്. മൂപ്പൻ പട്ടം, പാസ്റ്റർ പട്ടം. ഇത് ഈയിടെ ഇതിന് പാസ്സാക്കാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അയാളുടെ കെയറോഫിലെ വേറെ ചില ആൾക്കാർ കൂടി ചേർന്ന് ജീപ്പ് പാസ് ചെയ്ത് വിളിക്കാനും ഇതിനാണോ തുജയുടെ വിലയ്ക്ക് വന്നത്? വിശ്വാസികൾ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ദേശത്ത് പ്രമാണിമാരാകാൻ അല്ലല്ലോ. നിങ്ങളെ ലോകത്തിൽ ഐശ്വര്യന്മാരാക്കണം, അല്ല പാസ്റ്റർമാർക്ക് ഈ ലോകത്ത് വലിയ സമ്പന്നന്മാരാക്കാൻ അല്ല. ക്രിസ്തു ലോകത്തിൽ വന്നത് സമ്പന്നനായിരുന്ന ക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ. അതാ സുവിശേഷം. 2 Corinthians 8 വായിക്കുമ്പോൾ 9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളതോ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും അവർക്ക് അങ്ങനെ ഒരു സ്വപ്നം നിറവേറാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഭൂമിയിൽ രാജാക്കന്മാരായി കോർപ്പറേറ്റുകളായിട്ട് മാറിയ സംഭവം നമ്മുടെ കൺമുമ്പിലില്ലേ? പലതും അഴിക്കുള്ളിൽ പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ പിടിച്ചു നിൽക്കുക, അവസാനം ന്യായവിധിയുണ്ട്. ഇതുപോലെ പെന്തിക്കോസുകാരില് സുവിശേഷ വേലക്കാർ പോലും പല ഗ്രൂപ്പിൽ ഞാൻ പറയുക, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കള്ളത്തരവും പറഞ്ഞ് മാനസാന്തരപ്പെടാത്തവരെ പോലും മുക്കി അവിടെ തലകെട്ടി സാഹിബിന്റെ കാശും വാങ്ങിച്ച് ആഡംബരത്തോടെ ജീവിച്ച് എത്ര എണ്ണം ന്യായം വിധിക്കപ്പെട്ടു. ഒരു പാസ്റ്ററും മക്കളും പോയ വഴിക്ക് തന്നെ കാറ് ആക്സിഡന്റായി ചത്തു. സമ്പാദിച്ചത് ആരനുഭവിച്ചു? ഇതൊക്കെ ഒരു സൂചനകളാണ്. ഇന്നും ഓർത്തോണം, ദൈവത്തിന്റെ വ്യവസ്ഥകളെ വിട്ട് സമ്പാദിച്ചുകൊണ്ട് കൊണ്ടുപോയാൽ നിങ്ങൾ അനുഭവിക്കാനൊക്കെ, നിങ്ങളുടെ സന്തതികൾക്കും അനുഭവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് വ്യവസ്ഥയില്ലാത്ത നമ്മുടെ വീട്ടിൽ കയറ്റരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സഭയിൽ, കർത്താവേ ദൈവഹിതമില്ലാത്ത 5 പൈസ എന്റെ കൈകൊണ്ട് കാണിക്കാട്ട് വാങ്ങിക്കാൻ ഇടയാക്കല്ലേ. കാരണം എനിക്കെന്തിനാ പൈസ? ഒരു ഉപദേശിക്ക് വേണ്ട 2 ജോഡി ഡ്രസ്സ് വേണം. അവർ 2 നേരം ശരിയായി കഴിച്ച് 2 നേരം ഭക്ഷണം മതി. ഞാൻ എത്രയോ ദിവസങ്ങൾ ഒരു നേരം കഴിച്ചൊക്കെ ജീവിച്ച കാലങ്ങളുണ്ട്. 2 നേരം കഴിച്ചു മതി. ഇപ്പോഴും അത്യാവശ്യം 2 നേരം കഴിച്ചാൽ ധാരാളം മതി. കഴിച്ചില്ലെങ്കിലും ഒരു ദിവസം പിടിച്ചിരിക്കാം. അപ്പോൾ എന്തിനാ നമുക്ക് പണം? അപ്പൊ പണത്തിന്റെ ഒരു പിശാച്, യൂദായെ നശിപ്പിച്ച പിശാച്. ഇതുപോലെ വിശ്വാസികളെ നിങ്ങൾ ഉള്ളത് മതിയെന്ന് വെക്കണമെന്നേ. കച്ചവടക്കാരും കച്ചവടം മതി, വരുന്നവർ മതി. നിങ്ങൾ ഒരുപാട് കടം കൊടുത്ത് പിടിപ്പിച്ചിട്ട് വലിയൊരാളെ ശ്രമിക്കുന്നതിനാ. വരുന്നവർ മതി. നമുക്ക് അതൊന്ന് വരേണ്ടത് നമ്മുടെ ആവശ്യമുള്ളവർ വന്നോളും. നമുക്ക് ആവശ്യമുള്ളവർ വന്നോളും. കുറച്ച് മതിയെന്നേ. ഈ വലിയ തോതിലേക്ക് മറ്റുള്ളവരെ പോലെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കല്ല ഈ പ്രശ്നം വരും. നിങ്ങൾക്കുള്ളവരെ ദൈവം കൊണ്ടുവരും. നിങ്ങൾ ഒരു ദിവസം 10,000 രൂപയുടെ കച്ചവടം നടത്തിയിട്ട് 2,000 രൂപ ലാഭം, 2,000 രൂപ ലാഭം, 10,000 രൂപയുടെ കച്ചവടം നടന്നു. അതിൽ 5,000 രൂപ കടത്തിപ്പോയി. 2,000 പോയിട്ട് ലാഭം പോയിട്ട് എത്രയാ? ബാക്കി 3,000 രൂപ കടമല്ലേ? അതോ ലിക്കാണ്. അതെ. അതേസമയം നിങ്ങൾ കച്ചവടം കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് 1000 രൂപയെ കച്ചവടം നടക്കുന്നുണ്ട്. പത്രാസൊന്നും കാണിക്കാത്ത കച്ചവടക്കാരായിട്ട് നിങ്ങൾ 1000 രൂപ കച്ചവടം നടക്കുന്നു. എങ്ങനെയായാലും ഒരു 150 രൂപ ലാഭം ഉണ്ടെന്നിരിക്കട്ടെ, അല്ല 200 രൂപ ലാഭം. ഞാൻ ചുരുക്കി പറയാം, 200 രൂപ ലാഭം കിട്ടി. നിങ്ങൾ കടക്കാരാണോ? ആണോ വേണ്ടി? ഇപ്പൊ ആരും എടുക്കരുത്. പ്രൊപ്പഗാൻഡ നടത്തി വലിയ രീതിയിലെ കച്ചവടക്കാരെന്നുള്ള അഭിനയം കാണിച്ച് കടവും വാങ്ങിച്ച് കടവും കൊടുത്ത് നമ്മളും വാങ്ങിക്കുക. കടവും കൊടുത്ത് കടവും വാങ്ങിച്ചിട്ട് 10,000 രൂപയുടെ കച്ചവടം 10 ദിവസം കാണിച്ചു വന്നപ്പോൾ നീ എത്ര കിടക്കാരൻ? 3,000 രൂപയുടെ കിടക്കാൻ. ഒരു 10 ദിവസമില്ല, നമ്മളിങ്ങനെ അത്യാവശ്യക്കാരധികം വരുന്നിട്ട് അവരെ കൊണ്ട് വരുന്നു. നമുക്കെന്തായാലും ലാഭമാണ്, ഇല്ലയോ? വീട്ടിൽ വന്ന് മക്കളെ നമുക്ക് ഇത്രയേ ഉള്ളൂ,
100-200 രൂപയുടെ പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ടുള്ളതുകൊണ്ട് ജീവിച്ച് പരിചയിച്ചത് പിള്ളേരെ പരിചയിപ്പിച്ചാൽ, ഭാര്യമാരെ പരിചയിപ്പിച്ചാൽ അവർക്ക് മതി. അപ്പച്ചാ ഇപ്പം ഡ്രസ്സൊന്നും എടുക്കണ്ടേ, ഉള്ളത് നമുക്ക് തയ്ച്ചിടാം. മനസ്സിലാകുന്നു? നിങ്ങൾ ഈ പത്രാസ് കാണിക്കും തോറും നിങ്ങളുടെ ഭാര്യമാര്, പിള്ളേര് അല്ലെങ്കിൽ അത്രയാണ് ആത്മീയരാണോ കുഴപ്പമില്ല, അതപ്പത്തിലേക്ക് പോവുക, കടം കയറി കുടിക്കുക. എന്തിനൊക്കെ പോകുന്നത്? മറ്റുള്ള കടക്കാരോട് കമ്പയർ ചെയ്യാൻ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കട തുറക്കെ. നിങ്ങൾക്കുള്ള കാക്കകൾ ഏലിയാവിനെ പോലെ വരും, അത് മതി. യോഹന്നാൻ പറഞ്ഞ പോലെ ശമ്പളക്കാർ മതിയിടോ, എന്തിനാ ഒരുപാട്? കൈക്കൂലിക്കും കള്ളത്തിനും പോയാൽ ഇതിലെ കണക്ക് കൊടുക്കണ്ടേ? കഴിഞ്ഞ സ്വാമിന്റെ അപ്പനെ കുറിച്ച് ഞാൻ സാക്ഷി പറഞ്ഞില്ലേ? കൈക്കൂലിക്ക് കള്ളത്തിനും കൂട്ടിക്കാച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ എല്ലാവരും അയച്ചുകൊണ്ടിരുന്നു, എല്ലാവരും ട്രാൻസ്ഫർ ആക്കി. അത് ദൈവത്തിന്റെ ഉദ്ദേശമല്ലേ? എവരാണോ ട്രാൻസ്ഫർ ആക്കിയത്? അങ്ങനെ ട്രാൻസ്ഫർ ആക്കുമ്പോൾ കേരളം മുഴുവൻ അറിഞ്ഞു നീതിയോട് ജീവിക്കുന്ന വിശ്വാസികൾ ലോകത്തിലുണ്ടെന്ന് അറിഞ്ഞില്ലയോ? അവർ കൊട്ടാരക്കര കിടന്ന് നോക്കുമോ? ഞാൻ മദ്രാസിൽ കിടന്ന് എന്നെ കോട്ടയത്തേക്ക് അയച്ചു, തിരുവല്ലയ്ക്ക് അയച്ചു, തൃശ്ശൂർ, കോഴിക്കോട് ഇരുന്നു കൊണ്ട് കാസർഗോഡ് വരെ പ്രവർത്തിച്ചു. എന്തിനാ? എടാ, എനിക്കൊരു സുവിശേഷമുണ്ട്. ആ സുവിശേഷം ഭൂമിയുടെ അറ്റം വരെയും എത്തണം. അപ്പൊ ഞാൻ ഈ സെന്ററിൽ തന്നെ കിടക്കത്തുള്ളൂ എന്ന് പറയുന്നത് അർത്ഥമുണ്ട്? പറ. സംഗതി കയ്യിലുള്ളവരെ നീ വയസ്സെല്ലാവരും അറിയിക്കും. അപ്പൊ ട്രാൻസ്ഫർ നല്ലതല്ലേ? അങ്ങനെ ട്രാൻസ്ഫർ ആയതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും ഇവിടെ വന്നില്ലേ? കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മിഷണറി യാത്ര കഴിഞ്ഞ് 25-ാം വർഷം വീണ്ടും തറവാട്ട് വന്ന പോലെ വീണ്ടും കട്ടപ്പനയ്ക്ക് വന്നു. നോക്കണം. അപ്പൊ ചിലർക്ക് ട്രാൻസ്ഫർ പേടിയാ. പാസ്റ്റർ എ.സി. തോമാച്ചാന്റെ കാലത്തില് പാസ്റ്റർ ടി. തോമസ് ചെയ്തപോലെ അദ്ദേഹം പലരെയും പല സെന്ററിൽ നിന്ന് മാറ്റാൻ തുടങ്ങി. അപ്പൊ തിരുവല്ലയിൽ 2 മദറപ്പച്ചിമാര് കരഞ്ഞുകൊണ്ട് പറയുക, അവരവിടുത്തെ അന്തേവാസികൾ, അവിടെ തന്നെ ജനിച്ചു വളർന്ന് അവിടെ തന്നെ വേലക്കെടുത്ത് അവിടെ തന്നെ കിടക്കുന്ന 2 അന്തേവാസികളായ മദർമാരാണ്. നല്ല സഭയിലൊക്കെ ഇരിക്കുന്ന. ട്രാൻസ്ഫർ വരുമെന്ന് പേടിച്ചിട്ട് എ.സി. തോമാച്ചാനോട് പറയുക, അപ്പച്ചാ ഞങ്ങളെ ഇവിടുന്ന് അധികം ദൂരത്തേക്ക് വിടല്ലോ കേട്ടോ. അപ്പൊ തോമാച്ചാൻ ചോദിച്ചു, നീ ഉദ്ദേശിക്കുന്ന എന്താ? പുതിയ യെരൂശലേമിന്റെ സെന്റർ തിരുവല്ലയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ലോകത്തിന്റെ ക്യാപിറ്റൽ തിരുവല്ല, ഇവിടുന്ന് അധികം ദൂരത്തേക്ക് വിടരുത്. കർത്താവ് പറയുന്നത് എന്താ? പത്രോസിനോ, നീ ഇവിടുന്ന് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോയി. അപ്പൊ ഇങ്ങനെ കർത്താവിന്റെ ഹിതം ചെയ്യാൻ വരുന്നവരെന്ന് പറഞ്ഞാലും പ്രാദേശികമായ ചില സുഖങ്ങൾ കിട്ടുമ്പോൾ അവിടെ വിട്ടുപോകാൻ ഇഷ്ടമില്ല. തിരുവല്ലയിൽ ഒരു പ്രമുഖരായ പാസ്റ്ററെ കോട്ടയത്തേക്ക് അയച്ചു. കോട്ടയത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ ശ്രമിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. കോട്ടയത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ അയച്ചപ്പോൾ പുള്ളിക്ക് തന്നെ ഇഷ്ടമില്ല, തിരുവല്ലയിൽ പോകണം. അപ്പൊ തിരുവല്ലയിലെ ചിലരെയൊക്കെ ചില പ്രമുഖരായ വിശ്വാസികളെയും അവിടുത്തെ ചില സുവിശേഷ വിലക്കാരെയും കൂടെ ഫോഴ്സ് ചെയ്ത് ചീപ്പാഷെ അറിയിച്ചു താൻ വീണ്ടും തിരുവല്ലയ്ക്ക് പോയി. പക്ഷെ തിരുവല്ലയിൽ ചെന്ന് വളരെ യങ്ങറായിരിക്കുമ്പോൾ തന്നെ രോഗിയായി, ശരീരമെല്ലാം പഴുത്ത്, താൻ തന്നെ തന്നെ ആദ്യമേ മദ്രാസിൽ നിന്ന് ഞാൻ 85 വരുമ്പോൾ എന്നോട് പുള്ളി വളരെ സ്നേഹമാണ്, എനിക്ക് വളരെ ബഹുമാനക്കുള്ള ഒരു ഭാഷ. ശരിയാകുഞ്ഞ് ഇങ്ങനെ പെൻസിൽ മാർക്കായിട്ടൊന്നും ഇരുന്ന് ഒക്കത്തില്ല കേട്ടോ. ചുമ്മാ തമാശ പറഞ്ഞ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവർ 100 രൂപ, അന്നത്തെ കാലത്ത് 100 രൂപയുടെ തരണമെങ്കിൽ അതിനുള്ള ആൾ വേണം, അതിനുള്ള വയറുമൊക്കെ വേണം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പോകണമെന്ന് പറയും. കെ.സി. അപ്പൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മരിപ്പിക്കാനാണ് പറയുന്നത്. ഏതാ പാസ്റ്റർ കെ.സി. ഓറീസ് പറയുന്നത്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പോഷിപ്പിക്കരുത്, നിങ്ങളതിനെ മരിപ്പിക്കണം. ഈ അച്ഛൻ പറഞ്ഞെന്താ? ഇങ്ങനൊന്നും ഇരുന്ന് പോരാ, ഇച്ചിരി വയറൊക്കെ ഇവിടെ വീട്ടിൽ ചെന്ന് സ്വത്രം പറയുമ്പോൾ അവര് 100 രൂപ എടുത്ത് തരണമെങ്കിൽ ഈ 100 രൂപയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അത് ചിരിച്ചു, ഉള്ളം കൊണ്ട് ചിരിച്ചു. എനിക്ക് ബഹുമാനമുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ ദുഃഖത്തോടെ പറയട്ടെ, പുള്ളി ചെമ്മീൻ ഉണങ്ങിയതുപോലെ പരുവത്തിൽ കട്ടിലെ കിടക്കുക. എന്നാലും ഇച്ചിരി പ്രത്യാശയുള്ള മനുഷ്യനായതുകൊണ്ട് തനിക്ക് അധികം നിരാശ വന്നില്ല. ഇച്ചിരി നിരാശപ്പെട്ടെങ്കിലും അവസാനം താൻ വീണ്ടും എടുത്തു. തൻ്റെ വിളി അങ്ങനെ ഒരു വിളി ആയതുകൊണ്ട് വീണ്ടും ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വന്നു. കാരണം ഈ മനുഷ്യൻ, അജാനുഭാവം വരുന്ന മനുഷ്യൻ കൊഞ്ചു പോലെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കും, കവളെല്ലാം ഒട്ടി, സോഡാക്കുപ്പി പോലെ ഒട്ടി. ഞാൻ തൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം പുള്ളിയുടെ ഓർമ്മ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കത് വായിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോഴും ഞാനിതുപോലെ, നമ്മൾ അന്നത്തെ പോലെ ഇന്നും ദൈവം നമ്മളെ കൊണ്ടു നടക്കുക. അതൊരു കൃപയാണ് കേട്ടോ. അല്ല പഥ്യം സൂക്ഷിച്ചുകൊണ്ടോ ചാപ്പാട് കുറച്ചുകൊണ്ടോ എക്സസൈസ് ചെയ്തുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കൃപ. അപ്പോൾ താൻ എന്നെ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. താൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ താൻ മരിച്ചു. വേറൊരാളെ 32 വയസ്സുള്ളപ്പോൾ തിരുവല്ലയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അയച്ചു.
ഈ രണ്ട് സംഭവം നടക്കുമ്പോഴും ഞാൻ മദ്രാസിലുണ്ട്, ചീഫ് പാസ്റ്ററുടെ മുറിയിലുമുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും പറയാം. അപ്പൊ മദ്രാസിലേക്ക് നിന്നല്ല, തിരുവല്ലയിൽ നിന്ന് ഒരു മൂപ്പരെ തൃശ്ശൂരിലേക്ക് അയച്ചു. എനിക്കൊന്ന് ബേബി സെക്രട്ടറിയാന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്, അസിസ്റ്റന്റായിട്ട് അയച്ചു. തൃശ്ശൂർ എന്ന എല്ലാവരും കൂടെ കൂടിയാൽ 1000 പേരില്ല. തൃശ്ശൂർ സെൻട്രലിലെ മൊത്തം വിശ്വാസികൾ വന്നാലും 1000 പേരില്ല. തിരുവല്ലായോ എന്തുമാത്രം വിശ്വാസികളുണ്ട്. ആ കാലങ്ങളിലൊക്കെ നല്ല കുടുംബങ്ങൾ ഒരുപാട് വന്നില്ലേ. എല്ലാവരും ഗൾഫിലൊക്കെ പോയി പൈസയൊക്കെ ആയി നല്ല പ്രതാപമായി. തിരുവല്ലായ കൊട്ടാരക്കര എന്ന് പറയുന്ന പ്രതാപത്തിന്റെ വലിയ സെന്ററായിട്ട് മാറിയില്ലേ. അപ്പൊ തിരുവല്ലായിലെ ക്ലാവ് കയറി പിടിച്ച് ഈ മൂപ്പനച്ചായൻ അല്ലെ ട്രാൻസ്ഫർ കൊടുത്താൽ പോകണ്ടല്ലേ. ട്രാൻസ്ഫർ കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞ ഒരു പാഴ്വാക്ക്, അത് പുള്ളിക്ക് ന്യായവിധിയായിട്ട് വന്നു നോക്കണം. തിരുവല്ലായിൽ നിന്ന് ലോക്കലിൽ നിന്ന് ഒരു അസിസ്റ്റന്റായിട്ട് തൃശ്ശൂരിന് അയച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയാവോ? തിരുവല്ലയുടെ ഒരു ലോക്കലിന്റെ വിലയില്ല തൃശ്ശൂർ സെന്റർ. അപ്പൊ തൃശ്ശൂർ സെന്റർ ആരുടെയാ? കർത്താവിന്റെ അല്ലേ. തിരുവല്ല ആരുടെ? അത് കർത്താവിന്റെ അല്ലേ. അപ്പൊ തിരുവല്ലയിൽ കിടന്ന് ക്ലാവ് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തന്റെ വായുന്ന വാക്കാണ് എന്താ? തിരുവല്ലയുടെ ലോക്കലിന്റെ പ്രാപ്തി ഇല്ല. എതിന്? തൃശ്ശൂർ സെന്റർ. ഇത് പറഞ്ഞ് നെബൂഖദ്നേസറിന്റെ വായിൽ ഇത് പുറപ്പെട്ട ദിവസത്തിന്റെ പിറ്റേ ദിവസം തൊട്ട് താൻ ഷുഗർ രോഗിയായി മാറി. നല്ല തുടുത്ത് കൊഴുത്ത് ചുമന്നിരുന്നൊരു മനുഷ്യനാണ്. പിറ്റേ ദിവസം തൊട്ട് താൻ രോഗിയായി. 32-ാമത്തെ വയസ്സിൽ, 33. 10 വർഷം തിരുവല്ലയിൽ കിടന്ന് താന് ഈ വിഷപ്പിശാചുവിന്റെ ഷുഗറും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. 3-4 പ്രാവശ്യം മരണത്തിലെത്തി. അപ്പൊ ഞാൻ തിരുവല്ലയ്ക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. ആ സമയം തന്നെയാണ് എനിക്ക് തിരുവല്ലയ്ക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. ഞാനവിടെ 9 വർഷമായി. ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് സമയത്ത് 2 പ്രാവശ്യം ഞാൻ തന്നെ പോയി പ്രാർത്ഥിച്ചു. ഒരിക്കൽ മരണാവസ്ഥയിൽ ടി തോമാച്ചാൻ പ്രാർത്ഥിച്ചു, സൗഖ്യമായി. അതിനുശേഷം തനിക്ക് മനസ്സിലായി. താൻ എന്നോട് പറഞ്ഞു, ചെറിയ കുഞ്ഞെ, ഞങ്ങളെ തിരുവല്ലയിൽ ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റഡി ഇതല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മദ്രാസിൽ നിന്നും കേസിയപ്പം ഞങ്ങൾക്ക് തന്ന സ്ഥിതി ക്രൂസിന്റെ ആ കാഴ്ചപ്പാടായിരുന്നു. ഇവിടുത്തെ തിരുവല്ലയിലെ സമൃദ്ധിയല്ല. അതുകൊണ്ട് ഞാൻ തിരുവല്ലയിലെ സമൃദ്ധിക്കെതിരായിട്ട് പ്രസംഗിക്കുകയും പല പ്രശ്നമൊക്കെ ഉണ്ടായെങ്കിലും ദൈവം നമ്മളെ ജയത്തോടെ നടത്തിയത്. അപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷെ എം.ടി. തോമസിനോട് താൻ ബോംബെ ചെന്നും പറഞ്ഞു, ഞങ്ങളെ ഗൈഡ് ചെയ്തവര് ഇങ്ങനെ പറഞ്ഞു. ബോംബെയിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ പാഷ എം.ടി. തോമസിനോട് ഈ പ്രിയപ്പെട്ട ദാസൻ പറഞ്ഞു, തിരുവല്ലയിൽ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ക്രിസ്തുവിലേക്കല്ലായിരുന്നു, സഭയുടെ സമൃദ്ധിയിലേക്കായിരുന്നു. സഭയുടെ വളർച്ചയ്ക്കും ആ ഗൈഡിൽ തെറ്റിപ്പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് അത്രയും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഭാഗം ശരിയാണെങ്കിലും നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം നമ്മളെ എന്തുകൊണ്ട് തനിക്ക് ട്രാൻസ്ഫർ കൊടുത്തു പോയില്ല? പോയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തില്ലേ. പിന്നെ 10 വർഷം അവിടെ കിടന്ന് ഉഴഞ്ഞലയുന്ന പോലെ ആയി തീർന്ന അവസാനം താന് അവിടുന്ന് നിരാശനായ സമയത്ത് പെട്ടെന്ന് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞൊരു ട്രാൻസ്ഫർ കൊടുത്തൊരു വേറെ സെന്ററിൽ പോയി മരിക്കുകയും ചെയ്തു. വളരെ ചെറുപ്പക്കാരനായി മരിച്ചു. നോക്കണം, മരിക്കുന്ന സമയത്ത് വളരെ കഷ്ടതയിലേക്കായിരുന്നു. അപ്പോൾ എന്നെ വീണ്ടും തന്നെ ഒരു സ്ഥലത്തേക്ക് അയച്ചു, എന്നെ തൃശ്ശൂരിൽ അയച്ചു. ഞാൻ തൃശ്ശൂരിലേക്ക് പോകുമ്പോഴേ തിരുവല്ലയിലെ ഒരു അച്ചായൻ പറഞ്ഞു, തിരുവല്ലയിലായിരുന്നു ചെറിയ കുഞ്ഞ് മറ്റ് സെന്ററുകാർ കട്ടപ്പനയ്ക്കും മൂന്നാറുകാർക്കുമൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുമായിരുന്നു, തിരുവല്ല ആയതുകൊണ്ട്. അപ്പൊ അന്ന് പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കാനായിട്ട് ചീഫ് പാസ്റ്റർമാർ പറഞ്ഞ് ഞാൻ ഇവിടെ വിശ്വാസം എടുത്തിട്ട് അതിന് തൃശ്ശൂർ ചെല്ലുമ്പോൾ കാണാം. തൃശ്ശൂർ ചെല്ലുമ്പോഴേ ചെറിയാകുഞ്ഞിന്റെ കളിയൊന്നും നടക്കത്തില്ല. ഇവിടെ പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കും. ഞാൻ വണ്ടി വാങ്ങിക്കുന്നത് എപ്പോഴാണ്? ട്രാൻസ്ഫർ ആകുമ്പോഴാണ് വണ്ടി വാങ്ങിക്കുന്നത്. ട്രാൻസ്ഫർ വരെയും പഴയ വണ്ടി വാങ്ങിച്ചിട്ട് ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് അങ്ങനെ തിരുവല്ലായിരുന്നു. അപ്പൊ ഇത് കേട്ട് ദൈവം ഈ വാക്ക് കേട്ടു. തൃശ്ശൂർ ചെല്ലുമ്പോൾ അവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ലെന്നാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ തൃശ്ശൂർ ചെന്ന് 1 വർഷത്തിനകം 3 പുതിയ കാർ തന്നു. ഒരു മാരുതി വാന്, ഒരു മാരുതി കാറ്, ഒരു അംബാസഡർ കാറ്. ഈ 3 പേർക്കാണ് കൊടുത്തത്. ഞാൻ ഉപയോഗിച്ചില്ല. ആദ്യം കിട്ടിയ കാറ് നമ്മുടെ ജേക്കബ് പാസ്റ്റർ, ഇപ്പൊ കോട്ടയത്തിരിക്കുന്ന ജേക്കബ് പാസ്റ്റർ അസിസ്റ്റന്റ്, പുള്ളിക്കാൻ പറഞ്ഞു, പാസ്റ്റർ കൊണ്ടുപോകുമോ പ്രസംഗിക്കാൻ പോകുന്നത്? എനിക്കിപ്പം കാറിന്റെ ആവശ്യമൊന്നും അധികമില്ല, ഇവിടെ ഒരു പഴയ കാറുണ്ടല്ലോ പറഞ്ഞപ്പോൾ. പിന്നെ 2ാമതൊരു കാർ വാങ്ങിച്ചു. അത് അന്നത്തെ രൂത്തമ്മച്ചിക്ക് മാരുതി വാൻ പറ്റുകയില്ല, കാർ മതി എന്ന് പറഞ്ഞ് ആ കാറിൽ അവർക്ക് കൊടുത്തു. ഈ വാൻ വിലങ്കുന്നൂർ അവർക്ക് കൊടുത്തു. ഞാൻ വിലങ്കുന്നൂർ ട്രാൻസ്ഫർ ആയപ്പോൾ പാസ്റ്റർ ടി യു തോമാച്ചാൻ പറഞ്ഞു, ശരിയാകും 2 കാർ കിട്ടിയില്ല, ഒരെണ്ണം കൊണ്ടുപോകുമോ? ഞാൻ പറഞ്ഞു, ആൽപ്പാറ വേലയ്ക്ക് ഇപ്പോൾ കാറല്ല, ഒരു അഭിഷേകമാണ്. അച്ഛൻ അറിയാമല്ലോ. പ്രാർത്ഥിച്ചു വിട്ടു. ആൽപ്പാറ നടന്ന പ്രശ്നങ്ങൾ, ഭൂകമ്പങ്ങൾ, ഒറ്റയാഴ്ചത്തെ കാത്തിരിപ്പ് യോഗം കൊണ്ട് പരിശുദ്ധാത്മാവെല്ലാം ക്ലിയറാക്കി.
ടി തോമാച്ചാൻ 10,000 രൂപ എടുത്ത് എനിക്ക് തന്നു. ശ്രീരാമഞ്ചൊരു കാർ വാങ്ങിച്ചോളാം. എത്ര രൂപയ്ക്കാണ്? 10,000 രൂപ. ഞാൻ ആ 10,000 രൂപ കവറിലിട്ട് സ്വോത്രം ചെയ്തു. ആൽപ്പാറക്കാരോട് ഞാൻ പറഞ്ഞു, ഈ ഒരു കാർ ദൈവം തന്നിട്ടുണ്ട്, ടി യു പാഷ് തോമാച്ചാൻ പാഷ് പ്രാർത്ഥിച്ച് വണ്ടിക്കുള്ള കാശ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് 31-ാം തീയതിക്കകം, 2-ാം തീയതി ഞാൻ പറയുന്നത്, 31-ാം തീയതിക്കകം ഞാൻ ഇവിടെ ഒരു അംബാസഡർ വരും. അത് നിങ്ങൾക്കല്ല, അത് ഗ്രാൻഡ് പുതിയ വണ്ടി ആയതുകൊണ്ട് സെൻട്രലിൽ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളാരും കാശ് തരണ്ട, അത് ഇവിടത്തേക്കല്ല. സ്വോത്രം ചെയ്തുകൊണ്ടിരുന്നു. കറക്റ്റ് 29-ാം തീയതി മൂന്നാറിൽ മരിച്ചുപോയ ശമ്പൂലുട്ടി എന്നുള്ള അസിസ്റ്റന്റ് ഞങ്ങളുടെ കൂടെ എറണാകുളത്ത് പോയി പുതിയ ഗ്രാൻഡ് ഇറക്കി സെൻട്രൽ പാഷ കൊടുത്തു. സെൻട്രൽ പാഷ ഇതെന്തുവാ? ഞാൻ ദൈവം തന്ന കാറാ. ചെറിയ കുഞ്ഞിന് ഞാൻ എനിക്ക് കാറെന്തിനാണ്? പിന്നെ അവിടുത്തെ പഴയ കാറ് ആൽപ്പാറയ്ക്ക് കൊടുത്തയച്ചു. അപ്പൊ ദൈവത്തിന് അസാധ്യമായതൊന്നും നാം മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് തരും. അത് വിട്ടിട്ട് കുപ്പുകളിലേക്ക് പോകരുത്. ഇതെല്ലാം ഒരു രസമാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ കൂടെ ചില കാര്യങ്ങൾ നടത്തി കാണിക്കുക എന്നല്ലാതെ നമ്മളിപ്പോഴും കർത്താവിനോട് നടക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ ആ തമിഴിൽ പാടിയതുപോലെ. എന്താ അവന്റെ ബലവും അവന്റെ എങ്ങനെ പാടിയത്? ആശിക്ക് പറഞ്ഞാത്തൊരു കോറസ് ഡാൻസാ പാടില്ലേ? ഉന്തരിൻ പരിശുദ്ധമീരക്കം താഴ്മയുമേ എന്തരിൻ സഭയതുവേ. ഉന്തരിൻ പരിശുദ്ധമീരക്കം താഴ്മയുമേ എന്തരിൻ സഭയതുവേ. തന്നിടും കിരുബൈ വല്ലമയും എന്തെയും ഒരു നടപ്പം. തന്നിടും കിരുബൈ വല്ലമയും എന്തെയും. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്തുമാത്രം സംഭവങ്ങളാണ് കർത്താവിനോട് നടന്നത് ചെയ്യാൻ സാധിച്ചത്. ആത്മീയമായ ശുശ്രൂഷകളും ആത്മാക്കളെ നേടിയതും ഈ ഭൗമികങ്ങളാണ്. മനസ്സിലാകുന്നു? പറഞ്ഞാൽ തീരാത്തവണ്ണം. അതല്ല രസമല്ലേ? ഒരാളോട് നടന്ന് ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത്, കാണുക എന്ന് പറയുന്നത്. അതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ കടക്കാരാ, കടം മാറുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ ദുഃഖമുണ്ട്. നിങ്ങൾ ആ ദൈവത്തെ അനുസരിച്ചില്ല, അതാണ് വിഷയം. ലോകത്തോടൊത്ത് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്ന് പലരും കടക്കാരായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ദൈവത്തിന് സമർപ്പിക്കേ. ഒരു വഴി പറഞ്ഞു തരാം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ കടത്തിൽ ബന്ധപ്പെട്ട് നിങ്ങൾ വൈകുന്നേരം ഞാനിവിടെ 7 മണിക്കൊരു പ്രാർത്ഥനയുണ്ട്, അതിനുള്ള ആലോചനയും പറഞ്ഞു തരാം. അത് ക്രമീകരിച്ച് സ്വസ്ഥമാകാൻ നോക്ക്. അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരാം. സ്വസ്ഥമാകാൻ നോക്ക്. ഒരു വിടുതൽ പ്രാപിച്ചിട്ട് സുഖമായിട്ട് കർത്താവോട് ജീവിക്കാൻ നോക്ക്. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോരുത്. അപ്പൊ ആദ്യത്തെ പാപത്തിന്റെ മുഖം, രണ്ടാമതാണ് പ്രോസ്പെറിറ്റി. ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിലേക്കും ലോകത്തിന്റെ ഐശ്വര്യങ്ങളിലേക്കും നമ്മൾ പോകാൻ പോയി പിശാച് വഞ്ചിക്കും. അതാണ് ആ 11-ാം അധ്യായത്തിൽ കാണുന്നത്. വേറൊരു ക്രിസ്തു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, സ്വതന്ത്രരാക്കപ്പെട്ട നിങ്ങൾ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതാണ്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതേത് അടിമനുഖമാണ്? ഒന്നാമത് പാപത്തിന്റെ മുഖത്തിൽ നമ്മൾ വിടുവിക്കപ്പെട്ടു. രണ്ടാമത് വേറൊരു, അതായത് സഭയോട് പറയുകയാണ്, മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും നിങ്ങൾ രണ്ടാമതൊരു മുഖത്തിൽ പോയി അടിമപ്പെടരുത്. വീണ്ടും ആ വാക്യം തമിഴ് വായിച്ച്. ഗലാത്യർ 5:1. ആണവടിയിനാലെ നിങ്ങൾ മറുപടിയും. അപ്പൊ ഒരിക്കൽ അടിമനുഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച നിങ്ങൾ മറുപടിയും അടിമത്തനത്തിന് മുഖത്തുക്കുൾ ഉൾപ്പെടാതെ ക്രിസ്തു നമുക്ക് ഉണ്ടാക്കുന്ന സ്വാധീനതയെ. അപ്പൊ ക്രിസ്തുവിൽ നമുക്കൊരു സ്വാധീനമുണ്ട്. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് നമ്മളെല്ലാം ക്രിസ്തുവിൽ സ്വതന്ത്രർ. പാപത്തിന് വിടുതൽ പ്രാപിച്ചിട്ട് സന്തോഷം. പക്ഷെ രണ്ടാമത് കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ വേറൊരു മുഖമുണ്ട്. സഭയ്ക്കകത്തൊരു മുഖമുണ്ട്. ക്രിസ്തുവിന്റെ മുഖം കൂടാതെ സഭയ്ക്കകത്തൊരു മുഖമുണ്ട്. അത് സുവിശേഷകരെക്കാളും വിശ്വാസികൾ അറിയാതെ കയറി പിടിക്കും. പിന്നെ അവരതുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ചില സുവിശേഷകരെക്കാർ ഇപ്പോഴും ഈ അടിമനുഖത്തിലെ ശുശ്രൂഷക്കാരാണ്. വിശ്വാസികൾ അടിമനുഖത്തിലെ വിശ്വാസികളാണ്. അതുകൊണ്ടാണ് അവർക്ക് യഥാർത്ഥമായ ദൈവരാജ്യത്തിന്റെ സന്തോഷം ഇപ്പം പ്രാപിക്കാതിരിക്കാൻ കാരണം. ഏതാണ് ഈ അടിമനുഖം? ഗലാത്യ ലേഖനത്തിൽ ഉണ്ടല്ലോ, വായിച്ചേ. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4:2 മുതൽ വായിച്ചേ. ഗലാത്യർ 4:2 മുതൽ. പിതാവ് നിശ്ചയിച്ച അവധിയോളം. ഗലാത്യർ
4:21. ഗലാത്യർ 4:. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. ന്യായപ്രമാണം ഉദ്ദേശിക്കുന്ന പാരമ്പര്യങ്ങൾ. നമ്മൾ ചില അത് പ്രത്യേകിച്ച് ഈ പാരമ്പര്യ ക്രിസ്ത്യാനികൾക്കാണ് കുഴപ്പം. അല്ലെങ്കിൽ പാരമ്പര്യമായ ചില സമുദായങ്ങൾ, ഹൈന്ദവ സമുദായങ്ങളൊക്കെ വന്നവർക്ക് ആ പാരമ്പര്യം വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഇല്ലാത്തൊരു പ്രശ്നമില്ല. അവരെ ക്രിസ്തുവിനെ സ്നേഹിക്കും. അതുകൊണ്ടല്ല തമിഴ്നാട് നോക്കിയേ, തമിഴ്നാട്ടിലൊക്കെ ജനങ്ങൾ വിശ്വസിച്ചൊക്കെ കർത്താവിൽ സന്തോഷിച്ച് പോവുക. കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യും? വിശ്വസിച്ചാലും അവരുടെ പാരമ്പര്യങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യഹൂദന്മാർ രക്ഷിക്കപ്പെട്ട് വന്നെങ്കിൽ ഒരു പരിശോധന ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ചില മാമൂല് നോക്കണം, നിയമം നോക്കണം. പക്ഷേ മറ്റൊരു ജാതിയിൽ നിന്നവർക്ക് അതില്ല. അവർ കേട്ട് വിശ്വസിച്ചു, അനുഗ്രഹം പ്രാപിച്ച് അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭയിൽ വന്നാലും ഒരു അടിമതുകമുണ്ട്, പാരമ്പര്യ തുകം തങ്ങളുടേതായ. അത് പെന്തിക്കോസിൽ ഒന്നും പാരമ്പര്യമായി തീരുന്നവരുണ്ട്. ഇതൊരു തുകമാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് കീഴിൽ ഇച്ചിരിക്കുന്നത്. നിങ്ങൾ വായിക്കാം. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവി. പറയാം. അടുത്തത്. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിന് പൗലോസ് 2 ഉദാഹരണങ്ങൾ തെളിയിക്കുകയാണ്. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. വായിക്കാം. ഒരുവൻ ദാസി പ്രസവിച്ചവൻ ഹാഗാർ, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, പിന്നെ ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചു. സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തപ്രകാരവും ജനിച്ചവൻ. ഇത് സദൃശ്യമാകുന്നു. അടുത്തത്. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. അതുകൊണ്ടാണ് പെന്തിക്കോസ് സഭകളിലും കുമളി സഭയിലും അടിമകൾ കിടപ്പുണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഈ അടിമത്തനമാണ് വലിയ കാര്യമെന്ന് പറഞ്ഞ് അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പാരമ്പര്യവും പഴക്കവും സീനിയോറിറ്റിയും അല്ലെങ്കിൽ അവരുടേതായ കൾച്ചറെല്ലാം പ്രചരിപ്പിച്ചിട്ട് അവരുടേതായ നിയന്ത്രണത്തിൽ കൂടെ സഭ കൊണ്ടുവരണമെന്നുള്ളതായ ഒരു താല്പര്യം എല്ലായിടത്തും ഉണ്ട്. ഞാനിന്ന് എല്ലായിടത്തും കണ്ട കാര്യങ്ങളാണ്. അപ്പം അടിമതുകം തകർക്കുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. പത്രോസിന്റെ കാലത്തിൽ അടിമതുകം തകർന്നില്ല. പത്രോസ് അനേകം രക്ഷിക്കപ്പെട്ട് സുവിശേഷ സഭയെ കൊണ്ടുവന്നെങ്കിലും ഈ സഭയ്ക്കകത്തുള്ള അടിമതുകത്തെ തകർക്കാൻ പത്രോസിന് സാധിച്ചില്ല. അത് പൗലോസ് വന്നപ്പോഴാണ് പത്രോസിനോട് പറയുന്നത്, ഇയാൾ അപ്പോസ്തലനായിരിക്കെ ജാതികളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം യഹൂദന്മാരുടെ മര്യാദ അവിടെ അനുസരിപ്പിക്കാൻ നോക്കുന്നു. അതുകൊണ്ടാണ് സഭയിലെ പ്രമാണികൾ എന്ന് പറയുന്നവരോ സഭയിലെ പാരമ്പര്യവാദികൾ എന്ത് ചെയ്യും? അവരിങ്ങനെ സംഘം കൂടി സുവിശേഷ വേലക്കാരോട് സ്വാധീനിച്ചിട്ട് തങ്ങളുടെ പദ്ധതി പ്രകാരം സഭ പോകണം. അതാണ് അടിമതുകം. വേലക്കാർക്ക് അതിനപ്പുറത്ത് പോകാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ അവരതിനെ എതിർത്ത് നിൽക്കുമ്പോൾ അവരെ ഒന്നുകിൽ ട്രാൻസ്ഫർ ആക്കും, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടാക്കി ഇല്ലാത്ത നാശം ഉണ്ടാക്കി പോകും. പക്ഷെ ഒരു സമയം ദൈവം ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ പാരമ്പര്യ പഴയ സഭകളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി. പാമ്പാടി, പള്ളിപ്പാട്, ഉമ്മന്നൂര്, ആൽപ്പാറ എന്ന് വേണ്ട മെയിൻ സഭകൾ, കുമളി അല്ലേ, എല്ലായിടത്തും ആ ന്യായവിധി ഉണ്ടായി. ആ ന്യായവിധിയോട് കൂടിയേ പിന്നെ അത് സ്പിരിറ്റ് മാറത്തും. ഇനിയെങ്കിലും മനസ്സിലാക്കിയോണം. താട്ട് വായിക്കാം. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട്. അടുത്തത്. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. സമുദായ സഭകൾ കണ്ടില്ലേ? സമുദായ ക്രിസ്തീയ സഭകളെല്ലാം ഞങ്ങളാണ് പാരമ്പര്യ സഭയും തിരുസഭയും എന്നൊക്കെ പറഞ്ഞാലും അവർ പൂർണ്ണമായിട്ടും അടിമത്തത്തിൽ കിടക്കുകയാണ്. ആ പാരമ്പര്യ ശക്തിക്ക് ക്രിസ്തുവിന്റെ സ്വതന്ത്ര സുവിശേഷത്തെക്കാൾ അവരുടെ പാരമ്പര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മൾ തന്നെ പറയത്തില്ലയോ, ഞായറാഴ്ച വെള്ളവസ്ത്രം ധരിക്കാതെ വന്ന ഒരാൾക്ക് തിരുവത്താഴം പോലും കൊടുക്കാതെ ഒരു ഇറക്കി വിട്ട സംഭവമുണ്ട്. വെള്ളവസ്ത്രം ധരിച്ചില്ല. അതേസമയം കള്ളത്തരവും കാണിച്ച് കപടവും കാണിച്ച് ചാപ്പാടിക്കുന്ന പോലെ തിരുവത്താഴം എടുക്കുന്നുണ്ട്. അവർ സഭയുടെ മുഖ്യന്മാരുമായിരിക്കും. ഇങ്ങനെയുള്ള ചില വേണ്ടാത്ത പരിപാടികൾക്ക് നമ്മൾ പ്രാധാന്യം. വെള്ളവസ്ത്രം ധരിച്ചിരിക്കണം, മീശ പഠിച്ചിരിക്കണം. ഒരുത്തൻ മീശ വളർത്തിയാൽ അവൻ പിന്മാറ്റക്കാരനാണ്. മീശ എടുക്കാൻ നീ നാളെ സഭയെ വരണ്ട. ഇങ്ങനെയൊക്കെയുള്ളതായ ചില വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ പിടിവാസം വയ്ക്കുകയും വേണ്ടതിന് ഇപ്പൊ തന്നെ കണ്ടില്ലയോ, ക്രിസ്ത്യാനികൾ ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോഴേ അതിന്റെ പുറകെ പോയി കുസ്തി പിടിക്കുക. നീ ഈശോ പറഞ്ഞ കാര്യം അനുസരിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, അല്ലേ? അപ്പൊ ഇങ്ങനെ തന്നെയാണ് പെന്തിക്കോസുകാരും. വേണ്ടാത്തവരെല്ലാം പോയി കുസ്തി പിടിക്കുക, പിന്നെ മസിൽ പവർ കാണിക്കുക. വിട്ടുകൊടുക്കണോ, ദൈവം പ്രവർത്തിക്കട്ടെ. അപ്പം ഗുണ്ടായുസം കാണിക്കുക. ഇതൊക്കെ ഇന്ന് പെന്തിക്കോസ് സഭയിലുണ്ട്. ഞങ്ങളുടെ സഭ പാരമ്പര്യം ഇവിടെ ഹോള് വയ്ക്കുന്നതും പിന്നെ വീട് കെട്ടുന്നതും പറമ്പ് വാങ്ങിക്കുന്നതും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും നാട്ടുകാരുടെ കുസ്തി നടത്തുന്നതും ഇതൊന്നുമല്ല ക്രിസ്തു കാണിച്ചെന്ന മാതൃക.
നമ്മൾ അതിലേക്ക് പോകും. അപ്പോൾ ഉപദ്രവം വരും. ഉപദ്രവം വരുമ്പോഴാണ് മറ്റുള്ളവർ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഒരു സുവിശേഷകൻ മധുരയിലെ ഒരു ഗ്രാമത്തിൽ കുറെ നാൾ മുമ്പ് പോയി ആരെയും പ്രവേശിപ്പിക്കുക. ഞങ്ങൾ ഇരുമ്പല്ലൂർ ശ്രീപെരുമ്പത്തൂർ പോയതുപോലെ, അപ്പോൾ ഇന്ന് അവിടെ ഒരു സഭയില്ലേ എന്ന് പറഞ്ഞ പോലെ മധുരയിലെ ഒരു ഗ്രാമത്തിൽ ആരെയും പ്രവേശിപ്പിക്കാത്തൊരു സ്ഥലത്തിൽ, അപ്പോൾ ഒരു ഗീവറിയസ്റ്റ് പറഞ്ഞൊരു പാസ്റ്റർ വണ്ടിയിൽ സുവിശേഷം അറിയിക്കാൻ പോയി. അപ്പോൾ അയാളോട് പറഞ്ഞു, ഈ ഗ്രാമത്തിൽ ആരും കയറിയിട്ടില്ല, ഇവിടെ നിന്ന് ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. അദ്ദേഹം പോയി വണ്ടി നിർത്തി പ്ലാറ്റ്ഫോം ആക്കി മൈക്കും വെച്ച് പ്രസംഗിക്കാൻ നേരത്ത് ഗ്രാമവാസികളെല്ലാം വന്ന്, ആണുങ്ങളെല്ലാം വന്ന് പുള്ളിയെ കക്കൂസ് കൊണ്ട് അഭിഷേകം ചെയ്ത് വായിക്കാത്ത തിരികെ കയറ്റി പരുവക്കേടാക്കി പുള്ളിയെ അവിടുന്ന് അടിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു. സുവിശേഷം അറിയിച്ചോ? അപ്പം നമ്മളാണ് പറയുന്നത്, അയാൾക്ക് ബോധം വേണ്ട, ഇന്നത്തെ കാലത്ത് വിവരം വേണ്ടേ? ഇന്നത്തെ മോഡേൺ പെന്തിക്കോസുകാരായ പാസ്റ്റർമാരും വിശ്വാസികൾ എന്ന് പറയും, അയാൾക്ക് വിവരം വേണ്ടേ? ഞങ്ങളുടെ ആളുകളെ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷകന്മാരെ പോലെയൊക്കെ വേണ്ടേ? നമ്മൾ സമയങ്ങൾ കണ്ടൊക്കെ വേണം ചെയ്യാൻ. അതിന് ജ്ഞാനം വേണം. ജ്ഞാനമില്ലാത്ത പുള്ളി പോയി കാണിച്ചത് തെറ്റല്ലേ എന്നാണ് ഇന്ന് പെന്തിക്കോസുകാർ പറയുന്നത് കേട്ടോ. ഇന്നത്തെ TPM-കാർ പറയും കുറെ പേര്, അയാൾക്ക് ജ്ഞാനമില്ലെന്ന് പറയും. പക്ഷെ അയാൾ ദൈവം അയച്ചു, സുവിശേഷം പറയാൻ സമ്മതിച്ചില്ല. പക്ഷെ കിട്ടിയത് ഇതാണ്. സംഭവിച്ചെന്നാന്നറിയാമോ? അദ്ദേഹം പോയി കഴിഞ്ഞ് മേളൊരാളില്ലയോ? ഇവനെ കണ്ണിൻ കൃഷ്ണമണി പോലെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യജമാനനുണ്ട്, അയാൾ വിടുവോ? എന്താ സംഭവിച്ചെന്നറിയാവോ? അടുത്ത ഗ്രാമത്തിലെ ജൈവന്മാര്, ശൈവ വംശത്തിൽപ്പെട്ട ശിവനെ ആരാധിക്കുന്നവര് തമ്മിൽ പ്രശ്നമായി, രണ്ടും കൂടെ വഴക്കായി. അവര് ഇവിടെ 100 ആളുകളെ ചെറുപ്പക്കാർ, നല്ല ശക്തന്മാര്, അവർ 10-600 പേര് വന്ന് തീപ്പന്തമായിട്ട് വന്ന് ഗ്രാമത്തെ തീവച്ച് കളഞ്ഞു. ഈ ഉപദേശിയെ മലം കൊണ്ട് അഭിഷേകം ചെയ്ത് നീട്ടിച്ച പാർട്ടികളെ എന്ത് ചെയ്തു? മൊത്തം കത്തിച്ചു കളഞ്ഞു. കത്തിച്ചിട്ട് അടി കൊടുത്ത് കുറെ എല്ലാത്തിനും വെട്ടി ശരിയാക്കി അവർ സ്ഥലം വിടുകയും ചെയ്തു. ന്യായവിധിയല്ലേ? പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഈ ഇതേ സുവിശേഷം തന്നെ പോയ സമയത്ത് ആ ഗ്രാമത്തിന് എന്ത് പറ്റിയെന്ന് അറിയാൻ ചെന്നപ്പോൾ അതിനടുത്ത് അടിച്ചാലും കണ്ട പുള്ളി വേറെ സ്ഥലത്ത് സുവിശേഷത്തിന് പോകുമായിരുന്നു, വിശാഖപട്ടണത്ത്. അവിടെ ചെന്നപ്പോൾ പോലീസുകാരവിടെ ഡ്യൂട്ടി ഇട്ടിരിക്കുക. പോലീസുകാരോട് ചോദിച്ചു, പോലീസുകാർ ഇതെല്ലാം പറഞ്ഞു. എനിക്കൊന്ന് കാണാമെന്ന് ചോദിച്ചു. പോലീസുകാർ പുള്ളിയെ കൊണ്ടുപോയി ആ ഗ്രാമമെല്ലാം കാണിച്ചു. അതിനുശേഷം ഇവരൊക്കെ എന്തി ബാക്കിയുള്ളവർ. അപ്പൊ അന്ന് സ്ത്രീകൾ ഇദ്ദേഹത്തെ ഈ പീഡനം ചെയ്യുമ്പോൾ അവിടുത്തെ ഗ്രാമവാസികളായ സ്ത്രീകൾ ആണ്ടവരേ ആണ്ടവരേ എന്ന് പറഞ്ഞ് ഈ മനുഷ്യന്റെ പങ്കപ്പാണ് നിലവിളിച്ചത്. അപ്പൊ ആ നിലവിളി ദൈവം കേട്ടു. അതുകൊണ്ട് നാശമുണ്ടായില്ല. അങ്ങനെ ഗവൺമെന്റ് വേറെ അടുത്ത് അര കിലോമീറ്റർ മാറി അവർക്ക് സ്ഥലവും കൊടുത്ത് ബാക്കിയുള്ളവരെ പുനരധിവസിപ്പിച്ചു. പിന്നെ സംഭവിച്ചിട്ടെന്നറിയാമോ? പിന്നീട് അവിടെ 700ഓളം വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പുതിയ ഗ്രാമത്തിൽ 700ഓളം വിശ്വാസികൾ ഇപ്പോൾ അവിടെ ഉണ്ട്. ഈ ദൈവദാസന്റെ അനന്തരവനാണ് ജോലി രാജിവെച്ചപ്പോൾ അവിടെ ശുശ്രൂഷ കുറെ നാളവിടെ ചെയ്തു. അപ്പൊ നമ്മളാണ് അതൊക്കെ ജ്ഞാനത്തോടെ ചെയ്യണം. ഏതാ ജ്ഞാനത്തോടെ ചെയ്യണം. ഈ ജ്ഞാനമാണ് ഈ സഭയ്ക്കൊക്കെ നാശം ഉണ്ടാക്കി. അതാണ് ഈ പറഞ്ഞ അടിമതുകം ഇസ്മായിലിന്റെ. നമ്മൾ ഉപദ്രവം സഹിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നത്. ശദ്രക് മേശക് അബേദ്നേഗോ തീക്കകത്ത് കിടക്കുമ്പോഴാണ് നെബൂഖദ്നേസറിന്റെ കണ്ണ് തുറന്നത്. അവർക്ക് വേണം ജ്ഞാനത്തോടെ ഒഴിഞ്ഞു നിൽക്കാം അവിടുത്തെ സുഖസൗകര്യങ്ങളെല്ലാം. ഇവിടെയാണ് പലരും തെറ്റിപ്പോയെന്ന് ഓർത്തോണം. അപ്പൊ അടിമതുകത്തിൽ ഇസ്മായിലിന്റെ സന്തതികൾ എന്ന് പറഞ്ഞത് ജഡപ്രകാരം, ജഡത്തിൽ ചിന്തിക്കുന്നവര്, ജഡത്തിൽ സമൂഹം കാണിക്കുന്നവര്, ജഡത്തിൽ പ്രശംസിക്കുന്നവര്. സുവിശേഷവേലയിലും അങ്ങനല്ലേ? നമ്മുടെ സഭയപ്പെട്ടവര്, നമ്മുടെ സംഘടനയിൽ നിന്ന് വന്നവര്, നമ്മുടെ ഭാഷ സംസാരിക്കുന്നവര്, നമ്മുടെ ജാതിക്കാര്, ഇവരൊക്കെ കാണുമ്പോൾ വലിയ ഉണർവ് വരും. ആ ഉണർവെല്ലാം ഈ പറഞ്ഞ അടിമതുകമാണ് കേട്ടോ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കരുത്. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്നത്. അതാണ് പല പെന്തിക്കോസ്ത് സഭകൾക്ക് ഇപ്പൊ പറ്റിയൊരു അപകടം. അതോട്ട് വായിച്ചേ 4-ന്റെ മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ സ്വതന്ത്രയാകും. അവൾ തന്നെ നമ്മുടെ അമ്മ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ സ്വതന്ത്രനായി. ക്രിസ്തുവിലല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഒരു പക്ഷേ സഭ നാളെ ഓർത്തോണം, ചെറുപ്പക്കാരൊക്കെ ഓർത്തോണം കേട്ടോ. പഴയ സംസ്കാരമൊന്നും സഭയിൽ ആരംഭിക്കരുത്. ചില കാരണവന്മാർ കാണിച്ചു വെച്ചിരിക്കുന്ന വൃത്തികേടുകളും കോപ്രാന്തികളും നിങ്ങൾ ആരംഭിച്ചാൽ നിങ്ങളെ ദൈവം ന്യായം വിധിച്ചു കളയും. അതുകൊണ്ടാണ് നിങ്ങൾ പലരും ഇന്നും ശരിയായ അടിമത്തത്തിൽ തന്നെ കിടക്കുകയില്ലേ. കാരണം നിങ്ങളുടെ പോക്ക് ശരിയല്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടേതായ സംഘടന ഉണ്ടാക്കി, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി, അങ്ങനെ പല ഗ്രൂപ്പ് 3-4 ഗ്രൂപ്പായി കുമ്പളിലുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം കുറഞ്ഞു വരിക. അത് മൊത്തം കളഞ്ഞേക്കണം. എന്നിട്ട് യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നേക്കണം. ഒരു ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ഞാൻ അറിയുന്നു.
അതാണ് യഥാർത്ഥ മാർഗം. മറ്റത് അടിമമുഖത്തിൽ വീണ്ടും കൂടുകയാണ്. ആ അടിമമുഖത്തിൽ നിന്ന് വീണ്ടും ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഗലാത്യലേഖനം 5:1 വായിച്ചു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അതിൽ ഉറച്ചു നിൽക്കുക. അതാണ് പത്രോസിനോട് പൗലോസ് പറഞ്ഞത്. പത്രോസ് ജീപ്പാസൊക്കെയാ. ഒരു ആത്മാവ് പൗലോസ് ചോദിച്ചു, നീ ഈ സഭയുടെ നേതൃസ്ഥാനത്തിരുന്നിട്ട് ഈ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം വീണ്ടും ജാതികളെ അനുസരിപ്പിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ വ്യവസ്ഥയാണെന്ന് ചോദിച്ചു. പുള്ളിക്ക് മിണ്ടാട്ടമില്ല. അവിടെ യാക്കോബ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ടായി. പുള്ളി ഇച്ചിരി പാരമ്പര്യവാദിയാണ്. യാക്കോബായി കുഴപ്പടിയെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ അയാൾ മാനസാന്തരപ്പെട്ടു. കർത്താവിന്റെ സഹോദരനല്ലേ യാക്കോബ്. അപ്പം അയാൾക്ക് കുറച്ചുകൂടെ അവകാശമുണ്ടല്ലോ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിനെ ഞങ്ങൾ ജനപ്രകാരം അറിയുന്നില്ലെന്ന്. ഇത് ശരിയായ ആത്മീയത്തെ പഠിച്ചു പോകണം. ഈ ഉപരിവിപ്ലവോ ഈ കെട്ടിടം പണിയോ കൺവെൻഷൻ നടത്തുകയോ പോത്തിറച്ചി കൊണ്ട് ഒലത്തി കൊടുത്തതൊന്നും അല്ല സുവിശേഷം എന്ന് പറയുന്നത്. പിന്നെ അതിലേക്കായി നമ്മൾ നേരത്തേക്ക് അങ്ങനെ ഒരു കൺവെൻഷൻ വരുമ്പോൾ പ്രാർത്ഥന ഉപവാസവും ജാപ്പാടൊന്നും ഇല്ല. കോട്ടയം സെന്ററിലെ ഒരു കാലത്ത് ഒരു കൺവെൻഷൻ നടത്തിയ സമയത്ത് കൺവെൻഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നു, ഭക്ഷണത്തിന് വകുപ്പില്ല. പണ്ടൊരു ഭാഷയോട് പറഞ്ഞ കൺവെൻഷൻ നടക്കുന്നത് കഴിഞ്ഞാൽ ചാപ്പാട് കൊടുക്കണ്ടേ, അതിന് ചാപ്പാടില്ല. എന്നാലും വിശ്വാസമുണ്ട്. അവരെല്ലാവരും കൂടി ഒരു മൺകലമാണ്. ഈ മദറിന് ചിലപ്പോൾ അറിയായിരിക്കും, മദർ പഴയാളാണ്. ഒരു മൺകലത്തിൽ വെള്ളം ഇട്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, കർത്താവേ ഇത് ഭക്ഷണമാക്കണേ ഭക്ഷണമാക്കണം പറഞ്ഞു. മൺകലത്തിന് ചൂടുവെള്ളം ഭക്ഷണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിവരക്കേട് വേറെ വല്ലവർക്കും ഉണ്ടോ? ഇത് നമ്മൾ ചോദിക്കും അല്ലേ? പക്ഷെ അവിടെ കൺവെൻഷൻ നടക്കുന്നത് ഇവര് നല്ല ആത്മനിറവുള്ള മനുഷ്യരല്ലേ. ചാപ്പാടില്ലെങ്കിലും എല്ലാം കൂടെ മംഗലം എന്ന് ഓർക്കാതെ മംഗലത്തെ കൈവച്ച് ആത്മാവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചൂടുവെള്ളം മംഗലം അങ്ങ് പൊട്ടിപ്പോയി. ഉള്ളതുകൂടെ പോയി നോക്കണം. ഉള്ളത് ശരിയല്ലേ? ഉള്ളതുകൂടെ പോയി. ഒരു കലമുണ്ടായിരുന്നു, ഇവരുടെ ആത്മനിറവ് വിവരക്കേട് കാണിച്ച് അതും പൊട്ടിപ്പോയി. എന്നാലും അവരുടെ വിശ്വാസം പോയില്ല. നേരം പിന്നെ കൈ കൊടുത്ത് പ്രാർത്ഥിക്കുക, കർത്താവ് കലവും ഭക്ഷണവും തന്നതിനായ സ്തോത്രം എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ പറയും. സംഭവിച്ചെന്നറിയാം, ഒരു സമുദായക്കാരൻ കടയിൽ കയറി സാധനം വാങ്ങിയ സമയത്താണ് ഈ കൺവെൻഷൻ നോട്ടീസ് പുള്ളി കിട്ടി. നേരത്തെ കിട്ടിയതാണ്. ആ കൺവെൻഷൻ പുള്ളിയുടെ ഇരിപ്പുണ്ട്, നോട്ടീസ് ഇരിപ്പുണ്ട്. പുള്ളി കഴിച്ച് കൺവെൻഷൻ കഴിയുമ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഏതായാലും സാധനം വാങ്ങിച്ചു, അരി സാധനവും വേണ്ടതെല്ലാം വാങ്ങിച്ച് പുള്ളി തലേ ചാക്ക് കെട്ടിക്കൊണ്ട് വരിക. വരുന്ന സമയത്ത് കുറച്ചെങ്കിൽ നടന്നു വന്നെന്ന് പറഞ്ഞു. നടന്നു വന്ന് പുള്ളി തോന്നി ഇതുകൊണ്ട് പോയി കലവില്ല, എന്ത് ചെയ്യും? അങ്ങനെ തിരിച്ചു പോയി കലം കൂടെ വാങ്ങിച്ചു. വീളി കൂടെ കൊടുത്തപ്പോൾ ഇവര് സഭക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ കലം എങ്ങനെ വാങ്ങിച്ചു? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. മറ്റത് പിന്നെ പോട്ടെ, അത് ഞാൻ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു പകുതി വഴിയായപ്പോഴാണ് തോന്നിയത് ഒരു കലമില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടില്ലെന്ന് വെച്ച്. അപ്പോൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ കലം പൊട്ടിയില്ല. സാധനം വാങ്ങിച്ച് നടന്നുകൊണ്ട് വരുമ്പോഴേ കലം പൊട്ടിയത്. അപ്പോൾ ദൈവം തിരിച്ചയച്ച് ഇതാകുമ്പോൾ ദൈവം. ഞങ്ങൾ പണ്ട് പാലായിൽ ഒരു കൺവെൻഷൻ നടത്തി. റാഹേലൂട്ടി മദറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ കൺവെൻഷൻ തുടങ്ങുന്നതിന് 3 മാസം മുമ്പ്, പിന്നെ അല്ലെങ്കിൽ 1 മാസം മുമ്പ് തന്നെ പക്കാവടയും പിന്നെന്തോ അതിൻ്റെ പേര് കൊടലപ്പവും പിന്നെ നമ്മുടെ കൺവെൻഷൻ്റെ ഒരുക്കം അതൊക്കെയാണ് പണ്ട്. ഇപ്പോഴല്ല, ഈ ഇതിനു മുമ്പുള്ളത്. പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ ഈ അച്ചപ്പം. അച്ചപ്പം ഉണ്ടാക്കുക, കൊടലപ്പം ഉണ്ടാക്കുക, ഇതൊക്കെ ഉത്സവം പോലെ, ഓണത്തിന് അച്ചിമാർ ഒരുങ്ങുന്ന പോലാണ്. ഏതാ അതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സന്തോഷമായി. പിന്നെ അരി സാധനമെല്ലാം നേരത്തെ ഒരാഴ്ച മുമ്പെല്ലാം വാങ്ങിക്കണം. ഇത് അച്ചാറിടണം, മറ്റിടണം, മറിച്ചിടണം, എല്ലാം. ഇതൊക്കെയാണ് കൺവെൻഷന്റെ അവസാനത്തെ കാലങ്ങളിൽ ആൾക്കാർക്കുണ്ടാകുന്നത്. ഒരിക്കൽ ഒരു സെൻട്രൽ ഫെയ്ത്തോവര് എവിടാന്ന് ചോദിക്കണ്ടേ, ലിസ്റ്റ് അടിച്ചിരിക്കുകയാണ് കൺവെൻഷന് പ്രാർത്ഥനയ്ക്ക്. കുളി സോപ്പ്, ഇത് ചെറിയ സോപ്പൊന്നും എഴുതിയത്, അത് ചൂട് സോപ്പായി. ചൂട് സോപ്പ്, മറ്റേ സോപ്പ്, മറിച്ച് എല്ലാം വിശ്വാസം വരണം. പിന്നെ തമ്പുരാൻ അറിയത്തില്ല എന്തൊക്കെ വേണമെന്നുള്ളത്. നിങ്ങൾ ലിസ്റ്റ് കൊടുക്കണം അങ്ങോട്ട്. ഒരു ഉപദേശം ചോദിച്ചു, ഇതെന്തിനൊക്കെ പ്രാർത്ഥിക്കും, ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞു. അതിന് അവനെ ശിക്ഷിച്ച് അടുത്ത സഭയിൽ വേറെ ചെറിയ സഭയ്ക്ക് വിട്ടു. നോക്കണം. അപ്പൊ ഇതുപോലുള്ള വൃത്തികേടുകളൊക്കെ നമ്മുടെ സഭയിൽ കുറേ കയറി വന്നു. ദൈവത്തെ അവിശ്വാസത്തിലുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു, കൊള്ളപ്പം ഉണ്ടാക്കുന്നതാണ് സഭയുടെ പ്രധാന ലക്ഷ്യം. എന്നിട്ട് വരുന്നതിനെല്ലാം ഇരുത്തി മെനക്കെടുത്തി കൺവെൻഷൻ സുവിശേഷം കേൾക്കാൻ വരുന്നവനെ കൊള്ളപ്പവും മിക്സറും തിന്നാൻ സമയം എടുക്കും. എടാ, അവനൊരു എന്തെങ്കിലും ഒരു ഏത്തക്കാപ്പം കൊടുത്ത് ചായം കൊടുത്ത് വിടണ്ടേ? ഇത് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് കഴിച്ച് അടുത്തവന് സീറ്റില്ല. എന്തൊക്കെ മെനക്കെടാൻ പറയാം. പിന്നെ ഞങ്ങളൊക്കെ വന്ന് അതൊക്കെ മാറ്റിയത് മനസ്സിലായോ? ഇങ്ങനെയാണ് കൺവെൻഷൻ ഒരുക്കം. മുൻ കൺവെൻഷൻ ഇത് കർത്താവ് വെച്ച് കൺവെൻഷൻ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ ആത്മീയം പോയി. പിന്നെ ഈ ശാപ്പാടിന്റെ വിഷയത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളല്ലയോ?
എന്നാണ് ഞാൻ ഇവിടെ കുമ്പളിക്ക് വന്നപ്പം നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞില്ല, അച്ഛാ ഈ പ്രാവശ്യം കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും വയറ്റിളക്കം പിടിച്ചെന്ന് പറഞ്ഞു. കാരണം കിണറ്റിലെ വെള്ളത്തിൽ കലർപ്പ് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ കൺവെൻഷൻ വന്ന് എല്ലാവരും കൺവെൻഷൻ ഒന്ന് സൗഖ്യം പ്രാപിച്ചു പോയിരുന്നു. കുമ്പളി കൺവെൻഷൻ വന്നിട്ട് എന്ത് പറ്റി? എല്ലാവരും വയറ്റിളക്കം പിടിച്ച്. അപ്പോൾ നോക്കണം നമ്മുടെ കൺവെൻഷന്റെ ഗുണം. ഞാനതുകൊണ്ട് പിന്നെ ആ കൺവെൻഷൻ നിർത്തിയത്. ഞാൻ കൺവെൻഷൻ നിർത്തിയപ്പോൾ എന്തോ ഒരു ബഹളമായിരുന്നു. ശ്രീരാമകുഞ്ഞ് പാരമ്പര്യമായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന കൺവെൻഷനൊക്കെ ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യൂ. ആ വർഷം തന്നെ കോവിഡ് വന്നു, സകലയിടത്തും കൺവെൻഷൻ പൂട്ടി. ഇല്ലേ? പൂട്ടിയോ? എടോ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവേഷ്ടം ചെയ്യാൻ പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഈ പാലായില് ഞങ്ങളൊരു കൺവെൻഷൻ വെച്ചു. തലേ വർഷം വേവിച്ചാന കാത്തിരിപ്പിയെന്ന് പറഞ്ഞ് വേവിച്ചാന അവിടുത്തെ ചാർജ് സെൻട്രലിലെ അവറാച്ചൻ ഭാഷ പാലാക്കാർക്ക് പാലായിൽ വേല പിടിക്കാൻ വേണ്ടി നമ്മളൊരു വീടെടുത്തിട്ട് ഭയങ്കര ക്യാമ്പ് പാലായി വെച്ചിരിക്കുക. പാലാക്കാരെ ഞെട്ടിക്കുക. ഇങ്ങനെ അവർക്കും പറഞ്ഞതാണ്, പാലാക്കാരെ ഞെട്ടിക്കണം. അതിനെന്ത് ചെയ്യണം? കൊട്ടാരക്കരയിലുള്ള സകല സഭയ്ക്കും അറിയിച്ച്, തിരുവല്ലാക്കാരെ അറിയിച്ച് വണ്ടികൾ, വോൾവോ വണ്ടികൾ, എല്ലാ ടൂറിസ്റ്റ് വണ്ടികളെ കൊണ്ട് നമുക്ക് പാലാക്കാരുടെ മുമ്പിൽ നിർത്തണം. എന്നിട്ട് അവരെ ഞെട്ടിക്കണം. ഇവിടെ 2000 വർഷം പാരമ്പര്യമുള്ളതായ പാലാ സഭക്കാരെ നിങ്ങൾ ബന്ധുക്കോസുകാരുടെ ഈ പൂജാണ്ടി 3-4 വണ്ടി കാണിച്ച് ഞെട്ടുന്നവരാന്നോ അവര് പറ? അന്നോ? ഇത്രയും വിവരക്കേടാണ് നമ്മുടെ ചില ആളുകൾക്കുണ്ടായത്. അന്നും റാഹേലം വെച്ച് അവിടുത്തെ മദറ് അടിച്ച് പൊളിച്ച് എന്നാ ശാപ്പാട് എന്തോ പരിപാടികളായിരുന്നു. അടിച്ച് പൊളിച്ച് മീറ്റ്. ഇപ്പം പാലക്കാർ മുഴുവൻ ഇങ്ങനെ ബന്ധുക്കോസ് വരാൻ പോകുന്നതിന് കാത്തിരിക്കുക. സംഭവിച്ചെന്നാന്ന് എനിക്കറിയാമോ? കൺവെൻഷൻ കഴിഞ്ഞ് വേവിച്ചായം മരിച്ചു. കൺവെൻഷൻ നേതൃത്വം കൊടുത്ത അവറാച്ചാൻ പാഷ മരിച്ചു. രണ്ടുപേരും മരിച്ചപ്പോഴേ ഈ പെന്തിക്കോസുകാർ പൊട്ടന്മാര്, അങ്ങനെ തന്നെ പറയാം, എല്ലാവന്മാർ പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ദൈവത്തിന് ദോഷമുണ്ടാകും. ഈ പൊട്ടന്മാർ പറഞ്ഞ് അടിച്ചിറക്കിയാണ് പാലായിലെ ബിഷപ്പ് മന്ത്രം ചെയ്ത് ഞങ്ങളുടെ 2 പാഷന്മാരെ കൊന്നു. അപ്പൊ നിങ്ങളുടെ പാഷന്മാർക്കാണോ ശക്തി? പാലായിലെ ബിഷപ്പിനാണോ ശക്തി? ഇത് പാലായിലെ ബിഷപ്പിന്റെ അഭിഷേകം എന്ന് പറയുന്നത് തൈലാഭിഷേകമാണ്. നിങ്ങളുടെ വാസന്മാരുടെ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ. ഏത് അഭിഷേകത്തിനാണ്? ഒന്നും വേണ്ട. ഞാൻ യോനാച്ചന്റെ കാര്യം പറഞ്ഞില്ലേ? റാന്നിയിലെ ഒരു പാവപ്പെട്ട വിക്കുള്ളൊരു യോനാച്ചനെ പെന്തിക്കോസ് ഒന്നും പറഞ്ഞുകൊണ്ട് കനാനായിലെ തിരുമേനി മുടക്കാൻ വന്നു. സ്റ്റേജില് തിരുമേനി മുടക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേ ഈ പാവപ്പെട്ടവൻ പെന്തിക്കോസ് പോയി അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അന്ന് മുടക്കും മെത്രാന്മാരാ. ഇന്നും അങ്ങനെയാണല്ലോ, മെത്രാന്മാർക്ക് സെൻട്രൽ പാഷന്മാർക്ക് മുടക്കാൻ അവകാശമുള്ളൂ. മുടക്കാൻ വേണ്ടി പുള്ളി സ്റ്റേജിൽ നിൽക്കുക, സഭക്കാരെല്ലാം കൂടി നിൽക്കുകയാണ്. യോനാച്ചനെ മുടക്കി, പാവപ്പെട്ട ഒരുത്തിനാണ്. അവനെ മുടക്കാൻ ഇങ്ങേര് തൊപ്പിയെല്ലാം വെച്ചുകൊണ്ട്, ബിഷപ്പേ തൊപ്പിയൊക്കെ വെച്ച് അംശവടിയും പിടിച്ചുകൊണ്ട്, ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ധൈര്യം വരത്തില്ല. അതാ വിഷയം. ഇതൊക്കെ നിന്നെങ്കിലേ എവർക്കൊരു ധൈര്യം ഉണ്ടാകത്തുള്ളൂ. തൊപ്പിയും വെച്ച് കണ്ടില്ല, മുതലവായും തൊപ്പിയും താടിയും കുരിശും എല്ലാം നല്ലതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് പുള്ളിയെ കൊണ്ട് നിന്നിട്ട് ഈ സഭാവിരുദ്ധമായിട്ട് അന്യഭാഷ പറഞ്ഞ്, സഭാവിരുദ്ധമായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അന്യഭാഷ പറഞ്ഞ് യോനാത്തിനെ മുടക്കാൻ പോകുന്ന മെത്രാത്തിനോട് മുടക്കുന്നതിന് മുൻപ് തന്നെ യോനാത്തിന്റെ അഭിഷേകം കൊണ്ട് എഴുന്നേറ്റു. യോനാത്തൻ ചാടി ചെന്ന് മെത്രാന്റെ തലയിലോട്ട് കൈവച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങേ അനുഗ്രഹിക്കുന്നു. ഇപ്പൊ ആരായി മെത്രാൻ? പിന്നെ ആരാടോ മെത്രാൻ? ഈ അഭിഷേകമാണ് പെന്തിക്കോസിന്റെ. അപ്പൊ 2 ഭാഷന്മാരെ കത്തോലിക്ക ബിഷപ്പ് കൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വിവരം എന്തുമാത്രമെന്ന്. എന്നിട്ട് ഫെയ്ത്തോ അടച്ചു. അവിടെ ഉപദേശം കൊടുക്കത്തില്ല. 3 മാസമായിട്ട് ഫെയ്ത്തോ പറഞ്ഞു. ഫെയ്ത്തോ ഈ മദർ തന്നെ ഉണ്ട് അവിടെ. ഇവർ പേടിച്ച് പറച്ചിരിക്കും, ഇനി ആരൊക്കെയാണ് ഈ മന്ത്രവാദം കുടിക്കാതെ. അപ്പോഴാണ് ഞാൻ പട്ടണങ്ങളിലേക്ക് ദൈവം എന്നെ സ്വപ്നത്തെ കാണിച്ചു, നിനക്ക് പാലായിക്ക് മാറ്റം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ പാലായിക്ക് അയക്കുന്ന ഒരു സ്കൂട്ടർ എനിക്ക് തരണം. അന്ന് സ്കൂട്ടർ ഈ പ്രദേശത്തെങ്ങും ഇല്ല, നമ്മുടെ സഭയ്ക്കൊന്നുമില്ല, സെൻട്രൽ പോലും. ഈ പാലാക്കാർ വീട്ടിലൊക്കെ സുവിശേഷം പറയുമ്പോൾ ഒരു സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാറ്റിയത് കൂത്താട്ടുകുളത്തെ. പക്ഷെ ഭാഷ കേസി പോലീസ് കൊട്ടാരക്കരെന്ന് പറഞ്ഞ് ശ്രീരാമകുഞ്ഞിനെ എടുത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനെടുത്തു. ഞാൻ ചെല്ലുമ്പോഴേ ഈ പാലായിലെ ഫെയ്ത്തോമിലെ സഹോദരിമാര് അവിടെ അന്ന് ജനുവരി മാസമാണ്, ഈ റബ്ബറും പൊട്ടി വീഴും. റബ്ബറും പൊട്ടി വീഴുമ്പോൾ ഇവര് പേടിച്ചിട്ട് പിശാചെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വെള്ളമുണ്ടാകും. അത്ര കണ്ട് ഇവിടെ മനസ്സിനെ പിശാച് സ്വാധീനിച്ചു. ഇത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു വലിയ പിശാച് എന്തോ ബഹളം ഉണ്ടാക്കി. നമ്മുടെ അമ്മച്ചി, രാഘാലമ്മച്ചി പിശാച് എപ്പോ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളമുണ്ട്. ഞാൻ പോയി നോക്കിയപ്പോ എന്താ, ഫെയ്ത്തോമിന്റെ ബാത്റൂമിന്റെ തകരക്കഥ അടിച്ചതാണ്. ഫിന്നിയുണ്ട്.
ഇപ്പം ബാങ്കിലെ ഉദ്യോഗസ്ഥനായ പിന്നെ അന്നുകൂടുണ്ട്. എന്നാ ചെയ്യും? ആദ്യമേ ഇറക്കേണ്ട പിശാച് ആരുടെ? പാലക്കാരുടെ അല്ല, ഈ പെന്തിക്കോസുകാരുടെ പിശാച് ആദ്യം ഇറക്കേണ്ടത്. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം ചെയ്തു, ഇവരെ വചനം പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ പണ്ട് കത്തോലിക്കാ സഭ ഫിലോസഫി പഠിച്ച കാലത്ത് തന്നെ ഈ മന്ത്രവാദമൊക്കെ ഇച്ചിരി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. മന്ത്രവാദം പറഞ്ഞാൽ യേശുക്രിസ്തുവിനുള്ള മന്ത്രം ഇതൊന്ന് പ്രയോഗിക്കാൻ പോകാമെന്ന് പറഞ്ഞു. റാഹേലമ്മ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഉടനെ ജോയി സാറും കുറെ പേര് അവിടെ നിന്നൊക്കെ വന്നു. ഞങ്ങൾ എന്ത് ചെയ്തില്ല, 2 ഏക്കർ സ്ഥലം അവിടെ മാത്യു കുഴിവിനാൽ അദ്ദേഹത്തിന്റെ സ്ഥലം കിട്ടിയത്. ഞങ്ങൾ രാത്രിയിൽ ഇവരെ കൊണ്ട് ജാഥ വെച്ചിരിക്കുക. തന്നെ ലിവന്മാർ പാലാക്കാരന്മാരും ഒന്ന് പഠിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രാത്രി കാത്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ട് രാവിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 7 മണിക്ക് ഒരു പെട്രോമാക്സം കത്തിച്ച് അതിരുവിലക്കാൻ പോവുക. പണ്ട് കത്തോലിക്ക അച്ഛന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അതിരുവിലക്ക്. അതിരെ വിലക്കിയ പിന്നെ പിശാചികാരത്തിൽ നിന്നാണ്. അപ്പോൾ അത് എനിക്കറിയാം. ആ വിലക്ക് എങ്ങനെയാ? ഒന്നുമില്ല, യേശുവിന്റെ നാമം ഉപയോഗിച്ചെന്ന് വിലക്കും ജ്ഞാനാമുള്ളും തള്ളു, ഇത്രയേ ഉള്ളൂ. ഞാൻ അച്ഛനോട് പോയിട്ടുള്ളത് അതന്നെയല്ലേ നമ്മളിവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉപയോഗിക്കുന്നു. അപ്പൊ ഞാനിവരോട് പറഞ്ഞു, കത്തോലിക്കരുടെ തന്നെ നമുക്ക് എടുക്കാം, അതിര് വിലക്കാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ റാഹേലം വെച്ച് മുന്നിൽ നിർത്തി ഒരു ബൈബിളും കൈ കൊടുത്ത് ഞങ്ങളെല്ലാം കൂടെ ജാഥ നടത്തി. ഈ 2 ഏക്കറിന്റെ 4 സ്ഥലത്ത്, ഒന്ന് ഹിന്ദുവിന്റെ വീട്, ഒരു മേജറിന്റെ വീട്, ഒരു ഡോക്ടറുടെ വീട്, ഒരു സർക്കിളിൽ എല്ലാം വലിയ പുള്ളികളാണ്. ഞങ്ങൾ രാത്രിയിൽ ഓരോ കോർണറിൽ ചെന്ന് ഞാൻ പറഞ്ഞ് അന്യഭാഷ പറഞ്ഞോളൂ, പറയേണ്ട ആവശ്യമില്ല, പിടിച്ചിരിക്കുകയല്ലേ, തന്നെ അന്യഭാഷ പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അന്യഭാഷ പറഞ്ഞ് ആത്മാവെന്ന് പറഞ്ഞാൽ അതിൽ കിടന്നുകൊണ്ട് ഒരു ആത്മനിർവ്വഹം നടത്തി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിനെ വിലക്കെന്ന് പറഞ്ഞ് ഞാൻ നല്ല ശക്തിയോടെ വിലക്കി. 4 സ്ഥലത്തും വിലക്കി. അതിനുശേഷം അതൊക്കെ വേല ആരംഭിച്ചു. അപ്പോൾ കർത്താവിനോട് നീ ഒരു കൺവെൻഷൻ വെക്കാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു പൊളിച്ച് ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇറക്കി പാലക്കാരെ ഞെട്ടിച്ച് അവസാനം 2 പാർഷന്മാർ ചത്തുപോയി. ഏതാ? അതുകൊണ്ട് നീ ഒരു കൺവെൻഷൻ വെക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. നോട്ടീസ് അടിക്കാൻ പറഞ്ഞു. കച്ചി നോട്ടീസിൽ, കച്ചി പേപ്പറില്ലേ, പ്രസ്സിൽ പോയി ഞാൻ പറഞ്ഞു ഒരു നോട്ടീസ് അടിച്ചാൽ നമ്മുടെ പ്രസ്സുകാരനാണ്. ഇതെന്തോ ഭാഷ എപ്പോഴും നല്ലതല്ലേ, നമ്മൾ ഇത് മതി. എന്തോ ആത്മീയ വിരുന്ന്, ഉപവാസ പ്രാർത്ഥന ആത്മീയ വിരുന്ന്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി, അടിച്ചു. 5 ദിവസം 40 രൂപ അതിൻ്റെ ചാർജ്. ഓ, ഇത് കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ലാഭം. നോട്ടീസിൻ്റെ കാശ് വാങ്ങിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥനയൊക്കെ തുടങ്ങി. കൺവെൻഷന് സെൻട്രൽ പാസ് പറഞ്ഞു ഞാൻ വരുന്നൊന്നുമില്ല, എനിക്കിപ്പോൾ ഈ വയസ്സുകാലത്തൊന്നും ഒന്ന് ഉപസിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടച്ചാ. അന്ന് ഏലിയാമ്മ അമ്മച്ചി 100 രൂപ അടുത്തുണ്ടെങ്കിൽ തന്നു. ഞാൻ വരുന്നില്ല എന്ന്. സാർ നമ്മൾ കൺവെൻഷൻ വെച്ചാൽ ഇവർക്ക് കൊടുക്കേണ്ടത് അല്ലയോ, ഇതിപ്പോൾ ഇങ്ങോട്ട് കിട്ടുക. അങ്ങനെ ഞങ്ങൾ അവിടെ കൺവെൻഷൻ വെച്ചു. തലേ ദിവസം 4 താർപ്പ വലിച്ചു കിട്ടി. പാലായെന്ന് ഓർത്തോണം. തലേ വർഷം ലക്ഷങ്ങൾ മുടക്കി നടത്തിയ ക്യാമ്പിൽ 4 താർപ്പ വാങ്ങിച്ച് ഞങ്ങൾ 3-4 പേരോടുകൂടി അത് കിട്ടി. ഒരു മൈക്ക് സെറ്റുമൊക്കെ സംഘടിപ്പിച്ച് കൺവെൻഷൻ. പക്ഷേ നോട്ടീസ് എല്ലായിടത്തും കൊടുത്തു. നോട്ടീസ് കൊടുത്തിട്ട് പ്രസംഗിക്കാൻ ആരെങ്കിലും വരണ്ടേ? അപ്പോൾ കൊച്ചു അസിസ്റ്റന്റ് പാസ്റ്റർ KV ദാനിയലാണ്, ഈ പുഴയുള്ള ചെങ്ങന്നൂറുകാരൻ. പുള്ളിക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ്. പുള്ളി ചെറിയാകുഞ്ഞ് വേറെ ആരെയും വിളിക്കണ്ട, ഇത് ആത്മീയ കൺവെൻഷൻ ആയതുകൊണ്ട് മറ്റാരെയും വിളിക്കണ്ട, നമ്മൾ 2 മണി പ്രസംഗിക്കും. 2 ദിവസം ചെറിയാകുഞ്ഞ് പ്രസംഗിക്കണം, 2 ദിവസം ഞാൻ പ്രസംഗിക്കാം. അങ്ങനെ ഞങ്ങൾ പ്രസംഗം തീരുമാനിച്ചു. ഫെയ്ത്തും ഇല്ല, കൊള്ളപ്പവും ഇല്ല, അച്ചപ്പവും ഇല്ല, ഈവൻ അരി പോലും വാങ്ങിച്ചിട്ടില്ല. കൺവെൻഷൻ്റെ ദിവസം ബുധനാഴ്ച രാവിലെയാണ്. കാരണം ഒന്നാമത് കാശില്ല, ഞാനൊട്ട് പരിശ്രമിക്കാനും പോയില്ല. വിശ്വാസം നടക്കട്ടെന്ന് പറഞ്ഞ് ബുധനാഴ്ച രാവിലെ കൺവെൻഷൻ്റെ ദിവസത്തിൽ ഒരു സിംഗിൾ അരി അവിടെ വാങ്ങിച്ചിട്ടില്ല, ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല. ഒന്നാമത് മനസ്സിൽ കയറിയില്ല, സത്യം അതാണ്. ഒന്നും മനസ്സിൽ കയറിയില്ല. ഉപവാസ പ്രാർത്ഥനയല്ലേ, അത് കഴിയുമ്പോൾ ദൈവം എന്തെങ്കിലും ചെയ്തോളും, ഇല്ലെങ്കിൽ ആൾക്കാർ വീട്ടിൽ പോയിക്കോളും. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ്, അടുത്ത ദിവസം വേറെ നോക്കാം എന്ന് വിചാരിച്ച് ഒരു സാധനവും വാങ്ങിച്ചില്ല. ഞാൻ പോയി ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. നമ്മുടെ അമ്മച്ചി അവിടെ കിടന്ന് എലിപ്പെട്ടിക്കകത്ത് കിടന്ന്, അമ്മച്ചി ഭയങ്കര അഭിമാനിയല്ലേ, നിങ്ങൾക്കറിയാമല്ലോ, നല്ല മിടുക്കിയ. ഈ സെന്ററിൽ ഇത്രയും മിടുക്കിയ ഒരു മദർ വേറെ ഇല്ല. അവരാണെങ്കിൽ വരുന്നവരെയൊക്കെ സൽക്കരിക്കണം, പോഷിപ്പിക്കണം, വളരെ പ്രാപ്തിയുള്ളതാണ് കേട്ടോ. പക്ഷേ എന്നോടായിട്ടൊന്നും മിണ്ടുന്നില്ല. ഇവരവിടെ കിടന്ന് എലിപ്പെട്ടിക്കകത്ത് ഇവിടെ എലിപൊലി പോലെ ഇങ്ങനെ നടക്കുക. ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു. പല സഭയെന്ന് പട്ടപ്പോൾ ഞാനിരുന്ന സഭയിൽ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വന്നു. 5 ദിവസം ഉപവസിക്കാൻ വന്നാന്ന് പറഞ്ഞു. ജോയി സാറും പറഞ്ഞു ഞങ്ങൾ ഉപവസിക്കാൻ വന്നാന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഭയങ്കര അഭിഷേകത്തിലങ്ങ് തുടങ്ങി. ഞാൻ ഉപവാസം കഴിഞ്ഞ് ചെല്ലുമ്പോഴേ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു 11:30 ആയപ്പോഴേ ഒരാൾ എന്നെ വിളിച്ചു, ഇതൊന്ന് പ്രാർത്ഥിച്ചെടുക്കാൻ പറഞ്ഞു. ഒരു പെട്ടി ഓട്ടോയിൽ അരി സാധനങ്ങൾ മൊത്തം. ഞാൻ ഇതെന്ത് പറ്റി? ഞങ്ങൾ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് പാലായി ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ ഭാര്യയോട് ദൈവം സംസാരിച്ചു, നിങ്ങൾ പോവുകയല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും കൂടെ സാധനവും വാങ്ങിച്ച് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അത് എന്നിട്ട് രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. ഒരാൾ സാറാണ്, ഒരാൾ മറ്റൊരു ഉദ്യോഗം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം, പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നില്ല, ഈ കിശ്രീയുടെ ചാർജ് നിന്നോളാം, വരുന്നൊരു ഉപവാസം കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കാം. ആക്കിയോട്ടെ. ഇവിടുത്തെ ട്രാൻസ്ഫർ ലിറ്റിഷ്യയുടെ അപ്പോൾ കുഞ്ഞുമോൻ സാറും ഭാര്യയാണ്, അവരാണ് അത് ഏറ്റെടുത്ത് നടത്തി. രസമുള്ള കൺവെൻഷനല്ലേ ഇത്. നമ്മളെന്തെല്ലാം ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് കിടത്ത അവസാനം 2 പാഷന്മാർ മരിച്ചുപോയി. ആദ്യത്തെ ദിവസം ഞാനാണ് പ്രസംഗിക്കുന്നത്. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ തമിഴിൽ പ്രസംഗിച്ചു. അന്നൊക്കെ തമിഴ് വിട്ടുപോയിട്ടില്ല. കാരണം ഈ കത്തോലിക്കർ രണ്ടൊന്ന് പറയുകയും ചെയ്യണം, ഏതാ അവന്മാരുടെ അനാവശ്യങ്ങളൊക്കെ കുറച്ച് വിളിച്ചു പറയണം. അതുകൊണ്ട് തമിഴിലൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാം ചുറ്റും വലിയ വമ്പന്മാരാണ് കിടക്കുന്നത്. തമിഴ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, എവിടുന്ന് കൊള്ളുന്ന ആ തമിഴിനെ, ഞങ്ങളുടെയൊക്കെ രഹസ്യങ്ങൾ ഇത്ര അറിയാവുന്ന ഇങ്ങനെ ആ തമിഴിന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഷ ആരാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മെയിൻ ഭാഷ ഇമ്മാനുവലാന്ന് പറഞ്ഞേക്കാം. ഈ പാലാക്കാരോട് പറയണം ഇവിടുത്തെ മെയിൻ ഭാഷ ഇമ്മാനുവൽ. പിന്നെ ഇവിടുത്തെ കപ്പ്യാരാരാന്ന് ചോദിച്ചാൽ ചെറിയാകുഞ്ഞാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അവർക്ക് അച്ഛനും കപ്പ്യാരും ഉണ്ടല്ലോ. അപ്പം മെയിൻ ഭാഷ ഇമ്മാനുവൽ. ആരാ ഇമ്മാനുവൽ? നമ്മുടെ യേശു അല്ലാതാരാ. കപ്പ്യാരാരാന്ന് ചോദിച്ചാൽ ചെറിയാകുഞ്ഞാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇമ്മാനുവലായ അച്ഛനും കപ്പ്യാരും കൂടെ ഞങ്ങൾ പതുക്കെ വേല ആരംഭിച്ചു. കൺവെൻഷന്റെ അവസാന ദിവസത്തിൽ ഈ പാലായിലെ ചട്ടങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഒരു കള്ളുകൂടിയനെ പ്ലാൻ ചെയ്തു ഇത് കിടക്കാൻ വേണ്ടി. എന്നാൽ കുറേ മനുഷ്യർ അതൊക്കെ സ്വീകരിച്ചു കേട്ടോ. ചട്ടമ്പികൾ കുറേ പേര് ഒരു കള്ളുകൂടിയനെ പൊക്കി കള്ളൊക്കെ വാങ്ങിച്ച് നീ പോയി മുന്നിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കൺവെൻഷൻ തീരുന്ന ഉടനെ ആ പുള്ളി ഭാഷ അവിടെ ആ തമിഴിനായിരിക്കും അവസാനം പ്രസംഗിക്കുന്നത്. അത് ആണെങ്കിൽ അല്ലെങ്കിൽ ആരാണേലും ശരി, എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന സമയത്ത് ലാസ്റ്റ് അവരിങ്ങനെ ത്രില്ലായി വരുമ്പം നീ അവിടെ കൊണ്ട് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കള്ളം വാങ്ങിച്ചു കൊടുത്ത് കാശും കൊടുത്തിരിക്കുക. ഞങ്ങൾ വരുമ്പോൾ ഒരു പാവത്തെ കണ്ടാൽ നല്ല യോഗ്യനായ ഒരുത്തന് അവിടെ ഒന്ന് ഇങ്ങനെ ഭക്തിയോടിരിക്കുക മേശയുടെ അവിടെ. അപ്പം ഞങ്ങൾക്ക് പുതിയ ആളുകൾ വന്ന സന്തോഷമല്ലേ. ഇവൻ പ്ലാൻ ചെയ്ത് എഴുന്നേൽക്കുന്നതിന് മുൻപ് നടന്ന സംഭവം പെട്ടെന്നൊരു ഇടിയും മഴയും തുടങ്ങി. ഇടിയും മഴയും തുടങ്ങി. അപ്പോൾ എപ്പോഴും തീരാറായി. ഈ താർപ്പായ കൂടെ വെള്ളം ഒലിച്ചിട്ട് അത് മൊത്തം ഇവൻ്റെ തലയിൽ കൂടെ അങ്ങ് ഒഴിയാൻ തുടങ്ങി. ഈ കുടിയൻ്റെ തലയിൽ കൂടെ ഒഴുകി. വെള്ളമെല്ലാം ഒഴുകി തല തടുത്തപ്പോൾ ഇവരങ്ങ് മറന്നുപോയി. എന്ത് അവൻ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്ന് നിന്നെ ഞങ്ങൾ കള്ളം തന്ന് കാശും കൊടുത്തു വിട്ട് എന്നിട്ട് നീ ഇത് കാണിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശരിക്കും ഇടിച്ചു വിടുകയും ചെയ്തു. ഏതായാലും കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 7 പേര് സ്നാനപ്പെട്ടു. 7 പേര്. ഡോക്ടർ ഫെലിക്സിന്റെ ഭാര്യ നമ്മളിവിടെ വിശ്വാസം വരാൻ തുടങ്ങി. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നേഴ്സ് തൊട്ടടുത്ത ഹോസ്പിറ്റലില് 3. ഈ സ്ഥലം തന്ന മേൽനോട്ടക്കാരൻ്റെ ഭാര്യ നമ്മുടെ കൂട്ടായ്മ വന്നു. ആ മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. പിന്നീട് തോമസ്. അങ്ങനെ 7 പേര് കിട്ടി. അപ്പോൾ നോക്കട്ടെ, ഈ ആത്മീയ കൺവെൻഷൻ കൊണ്ട് 7 പേരെ കിട്ടി. മറ്റേ അടിച്ചു പൊളിച്ച അനാവശ്യ കൺവെൻഷൻ കൊണ്ട് എന്ത് കിട്ടി? 2 പാഷന്മാർ. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞു വരുത്തിയതാണ്. 2 പേര് ബിഷപ്പ് വന്നു. ഇനിയും ബിഷപ്പിനോടൊന്ന് പഠിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ ഫെലിക്സിനെ പ്ലാൻ ചെയ്ത് കരിസ്മാറ്റിക് കൺവെൻഷൻ അവിടെ അറേഞ്ച് ചെയ്തു. പുള്ളി കനാനായ കത്തോലിക്കനാണ്. പോട്ടയ്ക്ക് അയച്ചു. അത് പോട്ടയിലൊക്കെ നല്ല ആത്മപ്രവർത്തനമുള്ള സമയമാണ്. പോട്ടയ്ക്ക് അയച്ച് പോട്ടയിൽ ചെന്ന് ഫെലിക്സിനോട് പറഞ്ഞൊരു അച്ഛൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയം അതിരൂപതയിലെ കനാനയിൽ ഒരു അച്ഛനെ നിർത്തി ഞങ്ങളോട് ചേർന്നുകൊണ്ടൊരു കരിസ്മാറ്റിക് കൺവെൻഷൻ. പാലാ ബിഷപ്പിനെതിരെതിരാണ്. എങ്കിലും ആ പോട്ട കൺവെൻഷൻ നമ്മളോട്, ഞാനത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞ ട്രാക്റ്റൊക്കെ അടിച്ച് നമ്മളോട് ചേർന്ന് ആ കൺവെൻഷൻ പ്രോത്സാഹിപ്പിച്ചു. കൺവെൻഷൻ കഴിഞ്ഞ് പിന്നെയും കുടുംബങ്ങൾ അങ്ങനെയാണ് പാലാ വേല സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ലീഡിങ് അതാണ് നമുക്കാലത്. ഈ ലീഡിങ്ങിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കോവിഡ് കാലത്തിൽ നമ്മളെല്ലാം ഇങ്ങനെ സൈലന്റ് ആക്കിയിരിക്കുന്നത്. ഇനി ഒരുപാട് പ്രാർത്ഥിച്ചൊന്നും ഇതൊന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട ആകത്തുമില്ല. ഇനി നമ്മൾ ആത്മാവിൽ
ഈ അടിമനുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുവിക്കേണ്ട സമയം. കർത്താവ് പറയുന്നു. ഇതിനെപ്പറ്റി കുറെ കൂടെ വ്യാഖ്യാനിക്കാനുണ്ട്, നമുക്ക് അടുത്ത വിഷയത്തിൽ സംസാരിക്കാം. ഇനിയുണ്ട് ചില അടിമനുഖവും വിടുതലുള്ള കാര്യങ്ങളുണ്ടത് അടുത്തതിൽ നമുക്ക് സംസാരിക്കാം. എനിവേ, അതുകൊണ്ട് ഈ രണ്ട് അടിമനുഖത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ അടിമനുഖത്തിലേക്ക് വരണം. എന്നാൽ മൂന്നാമതൊരു അടിമനുഖം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ മൂന്നാമത്തെ അടിമനുഖം എന്ന് പറയുന്നത്? നമ്മൾ തന്നെ ഈ നുഖം പൊട്ടിച്ചിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റി പിന്മാറ്റത്തിൽ പോകുന്ന ഒരു ശക്തിക്ക് അടിമയാണ്. ഇരമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 19-20 വായിക്കും. ഇരമ്യ 2:19. നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും, നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും, നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനം. അതിന്റെ 13-ാം വാക്യം വായിച്ച്. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. വായിക്കാം. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ, അതാണ് പലരും ഇന്ന് കിടന്ന് അസ്വസ്ഥപ്പെടുന്നത്. പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അടുത്തത് വായിക്കാം. ഇസ്രായേൽ ദാസനോ വീട്ടിൽ പിറന്ന അടിമയോ അവൻ കവർച്ചയായി തീർന്നിരിക്കുന്നത് എന്ത്? സ്വതന്ത്രനാക്കപ്പെട്ട ഇസ്രായേൽ വീണ്ടും അടിമയായി, കവർച്ചയായി. ഇത് മൂന്നാമത്തെ അടിമത്തനം. ഒരു വിശ്വാസി നേരിടേണ്ടതായ 3 അടിമത്തനമാണ്. എന്തൊക്കെയാ? ഒന്ന് മിസ്രൈമിലെ പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപം, രോഗം, ശാപം. രണ്ടാമത് സഭയിൽ വന്ന് സഭയിലുണ്ടാകുന്ന പാരമ്പര്യവാദികൾ, അത് പഴയ പെന്തിക്കോസുകാർക്കുണ്ടാകുന്നതാണ്. പഴയ പാരമ്പര്യങ്ങളും മേൽക്കോയ്മകളും മേധാവിത്വങ്ങളും അത് വേലക്കാർക്കുണ്ട്. ഉപദേശിയായി തുടങ്ങി ഞങ്ങൾ പിന്നെ കുറെ മൂപ്പരായി പാസ്റ്ററായി, പിന്നെ തന്നിഷ്ടമായി തന്റേടമായി, അങ്ങനെ കുറെ പേര് വരും. പിന്നെ അത് സഭയിൽ നിവർത്തിക്കാൻ നോക്കും. മൂന്നാമത്തതാണ് നമ്മൾ ദൈവത്തിന്റെ നുഖം പൊട്ടിച്ച്. ഇരമ്യാവ് പറയുന്നില്ല, അവൻ നുഖങ്ങളെ പൊട്ടിച്ചിട്ട് പണ്ട് തന്നെ നീ നുഖം തകർത്തു. അതിന്റെ 20-ാം വാക്യം വായിച്ചു. ഇരമ്യ 2:20. നിങ്ങൾ എന്നോട് വാദിക്കുന്നത് എന്ത്? നിങ്ങൾ എല്ലാവരും എന്നോട് ദ്രോഹിച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇല്ല, നോക്കണം. പണ്ട് തന്നെ നീ നുഖം തകർത്തു, നിന്റെ കയറ് പൊട്ടിച്ചു. പിന്നെ എന്താ അടിമവേല? സഭയും നമ്മളൊരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ പോകുമ്പോൾ ഇവിടെ ഒരു അടിമത്തനുണ്ട്, അല്ലേ? നടത്തിപ്പുകാര്, പരിശുദ്ധാത്മാവ്. ചിലർ മിടുക്കന്മാരായി കഴിയുമ്പോൾ അവരൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഇസ്രായേൽ ജനം കനാൻ ദേശം ഹോർമ പർവ്വതത്തിലേക്ക് കയറിയതുപോലെ ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കെല്ലാം അറിയാം. ഈ അഹങ്കാരം നീളം കയറുന്ന വിശ്വാസികളും മേലക്കാർ, അവർക്ക് പിന്നെ ഇതിന്റെ നടത്തിപ്പിന് കീഴിൽ പോകാൻ അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പണ്ട് തന്നെ നീ വീണ്ടും വായിച്ചേ 20-ാം വാക്യം. അടിമവേല, CPM-ലെ വേല ഒരു അടിമവേല എന്നെല്ലാവരും പറയും. നിങ്ങൾ ഇതിനകത്ത് ജനിച്ചവരല്ലേ? ഞാൻ ജനിച്ചത് റോമൻ കത്തോലിക്ക സഭയില, സിറിയൻ ക്രിസ്ത്യൻസ്, മലങ്കര സിറിയൻ ക്രിസ്ത്യൻസിന്റെ പാരമ്പര്യമുള്ള നസ്രാണി കുടുംബത്തിൽ തന്നെ ജനിച്ചതാണ്. കത്തോലിക്ക സഭയിൽ അച്ഛന്മാരും കന്യാസിലും പാരമ്പര്യമൊക്കെയുള്ള പഴയ സഭയിൽ നിന്ന് ഇതിനകത്ത് വന്ന് ഈ നുഖത്തിന് കീഴിൽ ഇരിക്കുന്നതിന് കാരണം എന്താ? ഇത് ദൈവത്തിന്റെ ഒരു നുഖം ഇവിടെ ഉണ്ട്. ഈ നടത്തിപ്പുകാർ കീഴ്പ്പെടുന്നതിന്റെ കാരണം എന്താ? അത് ദൈവത്തിന്റെ ഒരു നുഖമാണ്. പക്ഷേ ഇതിൽ ജനിച്ചു വളർന്നവരും പാരമ്പര്യത്തിൽ നിൽക്കുന്നവർക്ക് ഇത് നുഖമാണ്. അത് പൊട്ടിച്ചു പോകണം, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. പണ്ട് തന്നെ നീ നുഖം എന്നോട് വായിച്ചു തന്നു. നീ നുഖം തകർത്തു, പിന്നെ നിന്റെ കയറ് പൊട്ടിച്ചു. എന്നും പറഞ്ഞ് എത്ര എണ്ണം ഇപ്പൊ സഭയെന്ന് പോയത്? ഇപ്പോഴും ചിലർ മനസ്സിലൊക്കെ ഇല്ലേ? സുവിശേഷ വേല വരുമ്പോഴും അതിന്റെ ആവശ്യത്തിനാ ഞങ്ങളെല്ലാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ഇനി ഏത് ഓഫീസിലായാലും ഒരു നിയമം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസം പറയുന്നതായാലും അവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രി കസേര വേറെയല്ലേ? അവര് ശിക്ഷണ നടപടിയില്ലേ? ഇല്ലെങ്കിൽ എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആത്മീയത്തിന്റെ ഒരു നുഖമുണ്ട്. ആ നുഖത്തിന് കീഴിൽ നമ്മൾ അഭ്യസിപ്പിക്കണം. അതാണ് യേശു പറഞ്ഞ എന്റെ നുഖം വീണ്ടും വായിച്ചേ. എന്റെ നുഖം മൃദു. 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. പിന്നെ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. സൗമ്യതയുള്ളവരെ അവൻ പഠിപ്പിക്കുന്നതാണ്. അതാണ് മറിയോട് പറയുന്നത്. അവൻ നല്ല അംശം തെരഞ്ഞെടുത്തു.
മാർത്ത പറഞ്ഞതിനെ ചൊല്ലി വിചാരപ്പെട്ട് കലങ്ങുകയാണ്. പ്രിയ വിശ്വാസികളെ, ഈ കാലത്തിൽ ഈ കിട്ടുന്ന സമയം ഉപയോഗിച്ചോണം. രണ്ടാമത് ദൈവസന്നിധിയിൽ ഇത് പഠിച്ചോണം. അവന്റെ മുഖം, എന്റെ മുഖം മൃദുവും. അങ്ങനെ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ അടിമപ്പെടുകയല്ലേ. ഒന്നും വേണ്ടല്ലോ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ ടീച്ചേഴ്സിന്റെ കോഴ്സ് ഉണ്ടല്ലോ. പ്രൊഫസർമാരും ലെക്ചർമാരും ടീച്ചേഴ്സും ബാങ്കിൽ ഉദ്യോഗസ്ഥരായിരുന്നാലും ഓരോ 3 വർഷം കഴിയുമ്പോൾ, ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഓരോ 3 വർഷം കഴിയുമ്പോൾ അവരെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അയക്കും. അപ്പൊ ഇവിടെ ഗവർണറായിരുന്ന പുള്ളി അല്ലെങ്കിൽ പ്രൊഫസറായിരുന്ന പുള്ളി അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡന്റാണ്. അതാ ശിഷ്യന്മാരുടെ നാവ്. നമ്മളിവിടെയും പഠിക്കുന്നവരായിത്തീരണം. ഒരു ഭാഗം പഠിക്കണം, ഒരു ഭാഗം പ്രവർത്തിക്കണം. ഒരു ഭാഗം പ്രവർത്തിക്കണം, ഒരു ഭാഗം പഠിക്കണം. പഠിക്കുകയും പ്രവർത്തിക്കുകയും രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രേഷ്ഠരാകും. ഞാനെല്ലാം തികഞ്ഞു, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്ന ലവോദിക്കയ സഭയെ പോലെ ആകുന്നവരാണ് ഈ അഹങ്കാരത്തിൽ കൊഴുത്ത് അവസാന നാശത്തിൽ പോയി അകപ്പെടും. അവരെ രക്ഷിക്കാൻ പിന്നെ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ബന്ധനാവസ്ഥയിൽ നിന്ന് വീണ്ടും ദൈവം നിങ്ങളെ വിടുവിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കേട്ടത്. എവിടാ? സക്കറിയാപ്രവചനം 9-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവൻ വരും, ജയശാലിയായി വരും, കഴുതപ്പുറത്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യും? തന്റെ നിയമരക്തം കൊണ്ട്, വേറെ വകുപ്പൊന്നുമല്ല, നിയമരക്തം കൊണ്ട് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ താഴെ നിയമരക്തം കൊണ്ട് നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക. മുടിയനായ പുത്രൻ തിരിച്ചു വന്ന പോലെ നാമം തിരിച്ച് കർത്താവിലേക്ക് വന്ന് നിലവിളിച്ച് കരയുമ്പോൾ നമ്മുടെ ദുഷ്ടത, ഇരമ്യാവ് നമ്മൾ വായിച്ചുള്ള 2 കാര്യങ്ങളാണ്. എന്താ? 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വേറെ ആരുമല്ല, ദൈവം തന്നെ ശിക്ഷിക്കാനൊന്നും വരുന്നില്ല. ദൈവം അവിടുന്ന് ഓരോരുത്തരെയും ശിക്ഷിക്കരുത്. നിന്റെ ദുഷ്ടതയും വിശ്വാസത്യാഗമാണ് എനിക്കോ നിനക്കോ സംഭവിക്കുന്ന കാര്യം. ഏതൊരു വേലക്കാരനും പിന്മാറിപ്പോകുന്നെങ്കിൽ, വിശ്വാസം പിന്മാറിപ്പോകുന്നെങ്കിൽ അത് മറ്റാരുമല്ല കാരണക്കാരൻ. അവർ നിമിത്തം, ഇവർ നിമിത്തം അല്ല. വായിച്ച്, നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗം നിനക്ക് ദണ്ഡനവുമാകും. അല്ല, വേറെ ആരും ആർക്കും ദോഷം ചെയ്തില്ല. ഒരുത്തർക്ക് ദോഷം ചെയ്യാൻ ഒക്കത്തുമില്ല. നാം തന്നെയാണ്. നിന്റെ ദോഷപ്രവൃത്തികളും വിശ്വാസത്യാഗമാണ് വീണ്ടും നിന്റെ മുഖത്തരിലേക്ക് കൊണ്ടുപോയി. എങ്കിലും നിന്നെ വിടിയിപ്പാൻ, ബദ്ധന്മാരെ വിടിയിപ്പാൻ ദൈവത്തിന് സാധിക്കും. യെശയ്യാ 10:38 വായിക്കുമ്പോൾ 20 അവന്റെ മുഖം, സാത്താന്റെ മുഖം, പാപത്തിന്റെ മുഖം, അടിമത്തരത്തിന്റെ മുഖം, ഇതെല്ലാം പൊട്ടിക്കാൻ അഭിഷേകത്തിന് കഴിയും. വായിച്ചേ 10-ാം അധ്യായം 27-ാം വാക്യം. 27 പുഷ്ടി നിമിത്തം മുഖം തകർന്നു. By anointing, destroy. വായിച്ച്, തമിഴ് വായിച്ച്. അഭിഷേകത്താൽ മുഖം ഇത് ചെയ്യുന്നു. ഡിസ്ട്രോയ് ദി യോക്സ് ബൈ അനോയിന്റിംഗ് എന്നാണ്. അഭിഷേകത്താൽ മുഖം തകർന്നു പോകും. അപ്പൊ നമുക്കിനി എന്റെ ആവശ്യം എന്താ? ഒന്ന് കരച്ചിലോട് ദിവസം ചെല്ലുക, അഭിഷേകത്താൽ മുഖം തകർന്നു പോകും. പിന്നെ ക്രിസ്തുവിന്റെ മുഖം എപ്പോഴും ഇല്ലല്ലോ. അവൻ നമ്മളെ അഭ്യസിപ്പിച്ച് തന്നെ പോലായി കഴിയുമ്പോൾ മുഖം മാറി, നമ്മൾ ഫ്രീ ആയി. പിന്നെ നാം നിത്യതയുടെ ഒരു അനുഭവം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ക്രിസ്തുവിനെ മാതൃകയാക്കുക. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവരാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. നമുക്ക് നിമിഷം നടക്കാം. സേവയൻ മാതൃകയായി ദാസരൂപമെടുത്തു സേവയൻ മാതൃകയായി ദാസരൂപമെടുത്തു
ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ ഇപ്പോൾ ഒരു അഭിഷേകം നമ്മുടെ മധ്യ ഇറങ്ങാൻ പോവുകയാണ്. നിന്റെ അടിമുഖം തകർക്കാൻ പോവുകയാണ്. അടിമുഖം ദൈവത്തിന്റെ അഭിഷേകത്താൽ ഇപ്പോൾ തന്നെ തകർക്കാൻ പോവുകയാണ്. ആമേൻ. അഭിഷേകത്താൽ മുഖ കൈകൾ ഒടിഞ്ഞു പോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം ഭക്തിപ്പിക്കമാനാരമാ ജീവാരാന ചിരമലക്ക ചിരമലവൻ ചിരം ചിരശിരാധനാഥന ജീവാരാനബലവൻ ചിരബലവശിയാധനാഥനാഥനാഥ ജീവാരബലക്ക ചിരബലവശിയാധനായ power, 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 power. Hallelujah.